Good morning, dears. Here we are with the textbook Crossing the Borders, Malayalam Literature in English Translations. Today we will finish the story Scooter, written by Sarah Joseph. Open your textbook at page number 172, page number 172 എടുക്കുക. നമ്മൾ അവിടെയാണ് എത്തിയത്. The last paragraph. സോ അവൾ എന്ത് ചെയ്യായിരുന്നു? അല്ല, അവരൊക്കെ ചിരിക്കാൻ തുടങ്ങി അല്ലെ. സോ അത് കണ്ട് അന്തം വിട്ട് അയാൾ അവളെ നോക്കുകയാണ്. സോ ഇനി എന്താണ് നമ്മൾ കാണുന്നത്? പരസ്പരമുള്ള ആ ഒരു നിശബ്ദമായ ഫൈറ്റ് ഉണ്ടല്ലോ, ആ ഒരു സാറ്റിസ്ഫൈങ് once what we can say move for revenge in a silent way, and how they achieve it in different ways, and how they satisfy each other a little bit here and there, and it continue to move together. That is the biggest tragedy. See, he remembered that she loved wholeheartedly only when he brought home things that he invested in through installment schemes. അല്ലെ, അവള് എപ്പോഴാണ് ചിരിക്കാറുള്ളത്? സോ അവളല്ലേ ഇങ്ങനെ ഹോൾ ഹാർട്ടഡ്ലി അല്ലെ ഇങ്ങനെ ഉള്ളു നിറഞ്ഞ് ചിരിക്കാറുള്ളത് അയാളല്ലേ പലപ്പോഴും ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിൽ അല്ല എന്തെങ്കിലും സാധനങ്ങൾ വീട്ടിൽ കൊണ്ടുവരുമ്പോഴാണ്. മുഴുവൻ പൈസയും കൊടുത്ത് വാങ്ങില്ല. സോ ഈ ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ എന്ന് പറയുന്നത് തന്നെ എന്താണ്, മിഡിൽ ക്ലാസ്സിന് അല്ലെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അല്ലെ ഫുൾ പൈസ കൊടുത്ത് വാങ്ങാതെ അല്ലെ പലപ്പോഴും കുറച്ച് പൈസ കൊടുത്തിട്ട് അല്ലെ വാങ്ങുക എന്നുള്ളതാണ്. അത് തവണകളായിട്ട് അടച്ചു തീർക്കുക. സോ അപ്പോഴാണ് അവള് അല്ലെ ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ ചിരിക്കുക. സോ അല്ലെ എന്താണ്, എന്തുകൊണ്ടാടാ അല്ലെ മോനെ നമ്മളിത് ചെയ്യുന്നത്, അല്ലെ നിന്റെ കഴിവുകേടല്ലേ എന്നുള്ള അവളുടെ ആ ഒരു ഉള്ളിലുള്ള ഒരു ചിരി. സോ അത് അല്ലെ അവളുടെ വശത്ത് അല്ലെ ഒരു രീതിയിൽ സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ നോക്കുക അവൻ അല്ലെ എങ്ങനെ ആ ഒരു കാര്യത്തെ നോക്കി കാണുന്നു, അല്ലെ അവൻ ആ ഒരു ഐഡിയ അല്ലെ സൈക്കോളജിക്കലി എങ്ങനെ എൻജോയ് ചെയ്യുന്നു എന്നുള്ളതാണ് നോക്കുക. He felt laughter welling up in him when he thought about the reason why he went in for the installment schemes. So അവനും അല്ലെ അവൻ്റെതായ റീസൺസ് ഉണ്ട് എന്തിന് ഈ ഇൻസ്റ്റാൾമെന്റ് സ്കീമിൽ സാധനം വാങ്ങുന്ന ആ ഒരു പരിപാടി. അവനത് അല്ലെ വേണമെന്ന് വിചാരിച്ചിട്ടല്ല, അല്ലെ ആവശ്യമുണ്ടെങ്കിൽ എന്താ ചെയ്യാം, ചെറിയ വിലയുള്ള സാധനം പോലും അവൻ എന്ത് ചെയ്യും, അല്ലെ ഒരു ബെഡാണെങ്കിൽ പോലും അത് ഇൻസ്റ്റാൾമെന്റ് അല്ലെ പ്ലാനിൽ വാങ്ങുക എന്നുള്ളത് അവന്റെ ഒരു തരം ഹരമാണ്. എന്താണ് ആ ഹരത്തിന് പിന്നിൽ നോക്കാം. Often it was because he preferred to look at the new things that he brought rather than at her, and because he found more pleasure in the objects he got on installment than in the sex with her. Oh, നോക്കേ വാട്ടേ, എത്ര അതൊരു ഒരുപാട് അർത്ഥമുള്ള ഒരു സെന്റൻസ് ആണ്. അതിൽ ഒരുപാട് കാര്യങ്ങൾ അഡ്രസ് ചെയ്യുന്നുണ്ട്. സോ അല്ല എന്താണ് വെറും ഒരു അല്ലെ ഇൻസ്റ്റാൾമെന്റ് പ്ലാനിൽ അല്ല അവൻ വാങ്ങുന്ന കാര്യം എങ്ങനെ അവനെ സന്തോഷിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഉള്ളിൽ അവൻ സന്തോഷിക്കുകയാണ്. അവള് ചിലപ്പോൾ അല്ലെ അവളെ ഭാഗത്ത് നിന്നും അവളുടേതായ രീതിയിലല്ലേ ഞാൻ പറഞ്ഞു സന്തോഷിക്കുന്നുണ്ട് അല്ലെ. ബട്ട് അവനെ കമ്മിങ് ടു ദ മാറ്റർ ഓഫ് ഹിം അല്ലെ ഹി ഓൾസോ ടേക്സ് പ്ലഷർ ഇൻ ഹിസ് ഓൺ വേ. വാട്ട് വേ? അത് അല്ലേ അവളിലേക്കാളും കുറച്ചുകൂടി ആഴമുള്ള അല്ലെ കുറച്ച് എന്താ പറയാ, നീ എന്നെ പൊട്ടനാക്കിയ അല്ലെ ഞാൻ നിന്നെന്താണ് മഹാമണ്ടനാക്കും എന്നുള്ള ഒരു ഐഡിയ ആണ്. സോ കുറച്ച് പൈസ കൊടുത്ത് ഒരു സാധനം വാങ്ങുക അല്ലെ, ഇത് ഇവിടെ തന്നെ കണ്ട് മടുത്തു എന്നുള്ളതാണ്, വില കെട്ട സാധനം. സോ അവിടെ നമ്മൾ എന്ത് കാര്യം അഡ്രസ് ചെയ്യുന്നത്? ഹി ഗോട്ട് ഓൺ ഇൻസ്റ്റാൾമെന്റ് ദാൻ ഇൻ സെക്സ് വിത്ത് ഹർ. സോ ദിസ് ഈസ് ദ ഓൺലി തിങ് ഹി ഹാസ് വിത്ത് ഹർ. സോ അത് മാത്രമേ അവിടെ എടുത്തു പറയുന്നുള്ളൂ അല്ലെ. അവളെ ഒരു സെക്സ് ടൂളായിട്ടൊന്നും കാണുന്നില്ലെങ്കിൽ അല്ലെ, അവളുമായിട്ട് ബന്ധപ്പെട്ട അല്ലെ ഒരു ദിവസം രാവിലെ തൊട്ട് രാത്രി വരെ അല്ലെ ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ട് ഒരു പുരുഷൻ ഓർമ്മിക്കാൻ പറ്റുന്ന ഒരുപാട് അസോസിയേറ്റ് ചെയ്ത് ഓർമ്മിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ എന്തിന് അല്ലെ അവളുടെ ആ ഒരു സെക്സ് എന്നുള്ളത് മാത്രം പറയണം? സെക്സ് അല്ലെ സെക്സ് ചെയ്യുന്നതിനേക്കാൾ അല്ലെ ഇഷ്ടം എന്താണ്, ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിൽ താൻ വാങ്ങിയ അല്ലെ സാധനങ്ങളെ നോക്കി കാണുന്നതാണ്. സോ എന്താണ് അത് ഉദ്ദേശിക്കുന്നത്?
നമ്മുടെ ഡൗറി സിസ്റ്റം അല്ലെ, ഡൗറി നമ്മൾ പറയാറുണ്ട് അല്ലെ, വെറുതെ നമ്മൾ ഇങ്ങോട്ട് പൈസ തന്ന് ഒരു സാധനത്തെ എടുക്കുന്നതും നമ്മളല്ല അങ്ങോട്ട് നമ്മളെ ഇൻട്രസ്റ്റിൽ പോയിട്ട് അല്ലെ പൈസ കൊടുത്ത് മുഴുവനും കൊടുക്കാണ്ട് എന്ത് ചെയ്യാം, ഒരു സാധനത്തിന്റെ അല്ലെ വില നമ്മൾ മനസ്സിലാക്കുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു സാധനം കുറച്ച് പൈസ കൊടുത്ത് സ്വന്തമാക്കുന്നതും അതും രണ്ടാണ് അല്ലെ. നിങ്ങൾക്ക് ഇങ്ങോട്ട് പൈസ തന്ന് നിങ്ങൾ ഒരു സാധനത്തെ എടുപ്പിക്കുന്നത്. സോ സാധനം എന്ന് ഉദ്ദേശിച്ചത് ഒരു സ്ത്രീയാണ് ഇവിടെ. സോ നോക്കുക, സോ ഡൗറി അല്ലെ കൊടുത്ത് അല്ലെ ഒരു സ്ത്രീയെ തലയിലോട്ട് വെച്ചതോ അല്ലെ. സോ അതിനോടുള്ള നമ്മൾ അങ്ങനെ അല്ലെ ഇങ്ങോട്ട് പൈസ തന്ന് നമ്മളൊരു സാധനം കിട്ടുമ്പോൾ തന്നെ നമുക്ക് തോന്നും ഇതിന് വല്ല പ്രശ്നമുണ്ടോ അല്ലെ എന്നുള്ള രീതിയിൽ നമ്മളൊരു ചിന്ത അങ്ങനെ അങ്ങ് പോവും അല്ലെ. ബട്ട് അതല്ല എന്ത് നമ്മുടെ മറ്റേ അല്ലെ ഫുൾ പൈസ കൊടുക്കാണ് നമ്മൾ മെല്ലെ അല്ലെ സ്വന്തമാക്കുന്ന അല്ലെ. അങ്ങനെ ഒരു 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 ഹില്ലൊക്കെ കയറി ഒരു എവറസ്റ്റ് ഒക്കെ അല്ലെ കീഴടക്കുന്ന ഒരു സുഖം അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അത് അല്ലെ ഇവളുടെ കൂടെ ഇല്ല. ബിക്കോസ് അല്ലെ ഐ ഗോട്ട് ഹർ ആൻഡ് ഓൾസോ അല്ലെ സംതിങ് എൽസ് ഐ ഗോട്ട് എന്നുള്ളതാണ്. ഡൗറിയും ഒക്കെ കിട്ടി. സോ അല്ലെ ഇതിലുള്ള ആ ഒരു ത്രില്ലുണ്ടല്ലോ, അത് ത്രില്ല് കിട്ടുന്നില്ല എന്നുള്ളതാണ്. He laughed aloud in glee and sarcasm when he remembered how he had acquired the scooter, the TV, the fridge, the almirah, the bed, and even the mattresses through installments. How, unknown to her, he had hidden in the depths of the books the registration deed for the land in his name. സോ അവളുടെ അടുത്ത് നിന്നുമല്ലേ ഇവളെ വിചാരം എൻ്റെ മനസാക്ഷിയുടെ അത് ആ ഒരു അഹങ്കാരം ആ സെന്റൻസിൽ കാണുന്നത്. എൻ്റെ മനസാക്ഷിയുടെ സൂക്ഷിപ്പുകാരി ഇവളാണ് എന്നുള്ള ഭാവമുണ്ട്. ബട്ട് ഇവളെ അറിയാണ്ടല്ലേ ഞാൻ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് എന്നെ ഒരുപാട് സന്തോഷിപ്പിക്കുന്നു. സോ പരസ്പരം അല്ലെ ഏതൊക്കെ രീതിയിൽ അവർ ചെറിയ എന്ന് തോന്നുന്ന അല്ലെ വലിയ ഒരു എന്താ പറയാ ദുഷിച്ച ഒരു ചിന്താഗതിയാണ്. കാരണം നമ്മൾ ഇങ്ങനെയൊന്നും ആവശ്യമില്ല അല്ലെ. രണ്ട് ഭൂഖണ്ഡങ്ങളാണെങ്കിൽ അല്ലെ അങ്ങനെ തന്നെ നിന്നാൽ മതി. പിന്നെ എന്തിനാണ് കല്യാണം കഴിക്കുന്നത്? അവിടെയാണ് ചോദ്യം അല്ലെ. ഇങ്ങനെ സ്വയം പറ്റിച്ച് എന്ത് ചെയ്യാം, നമ്മൾ മറ്റുള്ളവരെയും പറ്റിച്ച് അല്ലെ സ്വയം വഞ്ചിച്ച് ഇങ്ങനെ വി ചൂസ് അല്ലെ ടു മൂവ് ഫോർവേഡ് എന്നുള്ളതാണ്. നോക്കി ഇവിടെ ലോഫ്ഡ് അലൗഡ് ഇൻ ഗ്ലീ എന്ന് പറഞ്ഞാൽ ഹാപ്പിനെസ് ആണ്. സർക്കാസം ആൻഡ് സർക്കാസം അല്ലെ, സർക്കാസം പറഞ്ഞാൽ അങ്ങേയറ്റത്തെ രൂക്ഷ പരിഹാസമാണ്. സോ അങ്ങേയറ്റത്തെ പരിഹാസം അവളോട് തോന്നുകയാണ്. അങ്ങനെ റിമെമ്പേർഡ് അല്ലെ എന്തൊക്കെ ഓർമ്മിച്ചപ്പോൾ അവളെ മണ്ടിയാക്കിക്കൊണ്ട് ഞാൻ എന്തൊക്കെയാണ് അങ്ങനെ വാങ്ങിയത് എന്നുള്ളത്. സോ ഇവള് അല്ലെ ഒറ്റയടിക്ക് പൈസ ഇങ്ങോട്ട് തന്ന് അല്ലെ എൻ്റെ ബെഡിലോട്ട് അല്ലെ കിടത്തപ്പെട്ട ഒരു സാധനമാണ്, ഒരു ഒബ്ജക്റ്റ് ആണ് അല്ലെ, മൈ സെക്ഷൽ ഒബ്ജക്റ്റ്. സോ എൻ്റെ ശരീരം അല്ലെ തളരുന്നു തോന്നുമ്പോൾ അതിന് ജീവൻ വെപ്പിക്കാൻ വേണ്ടി അല്ലെ എനിക്ക് പ്ലേ ചെയ്യാനുള്ള ഒരു ടൂളാണ് അവള്. സോ അങ്ങനെയുള്ള അവളെ അല്ലെ ഞാൻ ഏതൊക്കെ രീതിയിൽ മണ്ടിയാക്കിയല്ലെന്നുള്ളത് ഒരു സന്തോഷമാണ് അവന്. ഹി റിമെമ്പർഡ് ഹൗ ഹി ഹാഡ് അക്വയർഡ് ദ സ്കൂട്ടർ അല്ലെ, അതുപോലെയാണ് അവൻ സ്കൂട്ടർ സ്വന്തമാക്കിയത്. TV അല്ലെ ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിലാണ്. ദ ഫ്രിഡ്ജ്, ദ ആൽമിറ, ദ ബെഡ് ആൻഡ് ഈവൻ ദ മാട്രസ് അല്ലെ, അവള് കിടക്കുന്ന അല്ലെ കിടക്ക പോലും എന്താണ് അങ്ങനെ ഞാൻ സ്വന്തമാക്കിയതാണ് എന്നുള്ളതാണ്. Through installments, and how unknown to her he had hidden in the depths of the box the registration deed for the land in his name. So അവന്റെ പേരിലുള്ള അല്ലെ ആ ഒരു കുറച്ച് സ്ഥലം കൂടി അവനല്ലേ അങ്ങനെ വാങ്ങാൻ പ്ലാൻ ഇട്ടിട്ടുണ്ട്. കുറച്ച് അല്ലെ അതിനു വേണ്ടി അവൻ കുറച്ചായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെ, ഇങ്ങനെ ഇൻസ്റ്റാൾമെന്റ് പ്ലാൻ പോലെ അവൻ ചെയ്യുന്നുണ്ട്. സോ ഇതൊക്കെയും അല്ലെ എന്താണ് നമ്മൾ കാണിക്കുന്നത് ഇവിടെ ഡിസയർ, നമ്മളല്ലേ എപ്പോഴും ഡിസയർ ടു മൂവ് ഫോർവേഡ്, അതിനുള്ള അല്ലെ ഒരു സാധനങ്ങളാണ്. സോ നമ്മൾ ജീവിതത്തിലല്ലേ അങ്ങനെ ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു സന്തോഷം കണ്ടെത്താൻ പറ്റുന്നില്ലെങ്കിൽ അല്ലെ എന്ത് ചെയ്യും, ഇൻവെസ്റ്റ്മെന്റിൽ പ്ലാനിൽ പോകുന്ന അല്ലെ പല ആൾക്കാരുമാണ്. അതിനുള്ളിലെ സൈക്കോളജി എന്ന് പറയുന്നത് ഇതാണ് അല്ലെ, എന്ത് ചെയ്യുക മെല്ലെ അല്ലെ ഒരു കാര്യം സ്വന്തമാക്കുന്നതിലുള്ള ഒരു ത്രില്ലാണ് അല്ലെ, ജീവിക്കുന്നു എന്നുള്ള ഒരു തോന്നൽ സ്വയം അല്ലെ ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയെടുക്കുന്ന ഒരു തരം ഹാബിറ്റാണ് ഈ നമ്മുടെ അല്ലെ ഈ ഇൻസ്റ്റാൾമെന്റ് പ്ലാൻ എന്ന് പറയുന്നത്. കാരണം എന്താണ്, ഇവളെ അല്ലെ കണ്ടുമടുത്തു അല്ലെ, ജീവിതത്തിന് ഒരർത്ഥം വേണ്ടേ അല്ലെ എന്നുള്ളതാണ്. സ്വയം അല്ലെ എന്താണ് അങ്ങനെ ഒരു ചിന്തയിലോട്ട് വരുന്ന ആൾക്കാർ.
Pointing his finger at her and the child, he too laughed out aloud. അല്ല അവിടെയാണ് അവനല്ലേ അവളുടെ നേരെ നോക്കി ചിരിക്കുകയാണ്. അല്ലെ നിന്റെ മനസ്സിലിരിപ്പ് വേറെയാണെങ്കിൽ അല്ലെ ഞാൻ അതുക്കും മേലെ എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ്. They created the picture of a happy family in the eye of the public. ഏറ്റവും വലിയ അല്ലെ ആ ഒരു ഐറണി എന്ന് പറയുന്ന അതാണ് അല്ലെ വിരോധാഭാസം. സോ ഇങ്ങനെ അല്ലെ ഇപ്പൊ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ഉയർന്നു വരുന്ന ചിരികൾ അല്ലെ ആ ഒരു ലോഫ്റ്റ്, സോ അത് പലപ്പോഴും ഇത് തന്നെയാണ് എന്നുള്ളതാണ്. സോ അതിനെ ഒന്ന് ഡീപ്പായിട്ട് വിശകലനം ചെയ്താൽ നമുക്ക് മനസ്സിലാവും. കാരണം എന്താണെന്ന് വെച്ചാൽ അല്ലെ ഇപ്പോ മോർണിംഗിൽ അല്ലെങ്കിൽ ഡേ ടൈമിൽ ചെറിയ രീതിയിലൊക്കെ എന്ത് ചെയ്യുക, ഭാര്യ ഹസ്ബൻഡിന് ചെറിയ എന്തെങ്കിലുമൊക്കെ ഡോസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെ അവനെ ഏതെങ്കിലും രീതിയിൽ മുറിമുറിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യും, രാത്രിയാവുമ്പോൾ അല്ലെ നല്ല സ്നേഹപ്രകടനം എന്നുള്ള കാപട്യന അല്ലെ അവളുടെ മേലെ അവന്റെ ആണത്തം അല്ലെ കാണിക്കും എന്നുള്ളതാണ്. അതൊരു തരം സെൽഫ് സാറ്റിസ്ഫൈങ് ടൂളാണ് അല്ലെ ഒരു തരം ടെക്നീക്കാണ്. സോ അവന്റെ അല്ലെ ആ ഒരു ഇറിറ്റേഷനിൽ നിന്നും പുറത്തു കടക്കാനുള്ള ഒരു ഉപാധിയാണത്. പുറത്തുള്ളവർ എന്താ കാണുന്നത് അല്ലെ അവര് ആഹ്ലാദ ചിരികളിലാണ് അല്ലെ. മിഡിൽ ക്ലാസ് ഫാമിലിയിലെ സന്തോഷം ഇതാണ്. ബട്ട് എന്താണ് മിഡിൽ ക്ലാസ് ഫാമിലിയിലെ രണ്ടാളും അല്ലെ രണ്ട് ഭൂഖണ്ഡങ്ങളാണെന്നും അല്ല അവിടെ ഉയരുന്ന ചിരി എന്ന് പറയുന്നത് അല്ലെ യു ആർ ഈസ്റ്റ് അല്ലെ യു ആർ വെസ്റ്റ് എന്നുള്ളതാണ്. എനിക്ക് നിന്നെ അറിയില്ല അല്ലെ നിനക്ക് എന്നെ അറിയില്ല, എന്നാലും നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഓറിയന്റലിസം ആൻഡ് ഓക്സിഡന്റൽ അല്ലെ ആറ്റിറ്റ്യൂഡാണ്. നമ്മൾ അങ്ങനെ അല്ലെ പരസ്പരം ഇങ്ങനെ പലതരത്തിൽ അല്ലെ വ്യാഖ്യാനിച്ചിട്ടും ഒക്കെ പരസ്പരം അങ്ങനെ അങ്ങ് സമാധാനിച്ച് അല്ലെ ഈ ഒരു സ്കൂട്ടർ അല്ലെ മിഡിൽ ക്ലാസ് സ്കൂട്ടർ ഇങ്ങനെ ഉന്തി 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 പോയിക്കൊണ്ടിരിക്കുകയാണ്. ദാറ്റ് ഈസ് വൈ അല്ലെ ദിസ് സ്കൂട്ടർ ഈസ് നോട്ട് ഗുഡ് ഫോർ ലോങ് ജേർണീസ് എന്നുള്ളതാണ് റൈറ്ററിന്റെ അഭിപ്രായം. The steep incline of the road made them lose their balance. സോ ആ ഒരു ബാലൻസ് അല്ലെ അവർക്ക് നഷ്ടപ്പെടുന്നത് പോലെ തോന്നിയല്ല അവര് ഇങ്ങനെ ആഹ്ലാദ ചിരികളിൽ മുഴങ്ങിക്കിടക്കാണ്. സോ സ്വയം മറന്നിട്ടാണ് ചിരിക്കുന്നത്. The scooter slipped out of his hold. സോ അവൻ അല്ലെ അവന്റെ പിടിയിൽ നിന്നും കുറച്ച് സ്ലിപ്പായിപ്പോയി എന്ത് സ്കൂട്ടർ. The child also fell. അല്ല അവളാണെങ്കിലോ അശ്രദ്ധമായിട്ട് അല്ലെ സ്വയം ഇങ്ങനെയുള്ള അതാണ് പറയുന്നത് നമ്മളല്ലേ നമുക്ക് ഉള്ള ബിലോങ്ങിങ് അത് മറന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള സൈക്കോളജിക്കൽ അല്ലെ സാറ്റിസ്ഫൈങ് ടെക്നീക്സിന് വേണ്ടി നമ്മളല്ലേ നമ്മുടെ ആ ഒരു തൃഷ്ണകളെ അല്ലെ ഇങ്ങനെ അഴിച്ചു വിടുമ്പോൾ അല്ലെ എന്താ ചെയ്യാം, നമുക്ക് അല്ലെ അടുത്തുള്ള ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള അല്ലെ നമുക്ക് സാധനങ്ങൾ അല്ലെങ്കിൽ ആൾക്കാർ അല്ലെ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടതെല്ലാം കുറച്ച് അല്ലെ ഇങ്ങനെ സ്ലിപ്പായി പോകുമോ എന്നുള്ളതാണ്. അതിനും അല്ല എന്തെങ്കിലുമൊക്കെ ഡാമേജ് മെന്റലി ഒക്കെ പറ്റും എന്നുള്ളതാണ്. സോ കുട്ടിയും ഇവിടെ താഴെ വീണു അല്ലെ. ദേ ലുക്ക്ഡ് അറ്റ് ഈച്ച് അതർ വിത്ത് ഡിസ്ലൈക്ക്. സോ കുട്ടി വീഴുമ്പോൾ നോക്കുക എന്താണ്, ദേ ലുക്ക്ഡ് അറ്റ് ഈച്ച് അതർ വിത്ത് ഡിസ്ലൈക്ക് അല്ലെ. നിന്റെ കയ്യിൽ നിന്നും സ്കൂട്ടർ അല്ലെ താഴെ വീണു നീ ചിരിച്ചിട്ട്. അപ്പൊ അവൻ നോക്കുക അവളെ അല്ലെ നിന്റെ കയ്യിൽ നിന്നും അല്ലെ കുട്ടി താഴെ വീണു നീ ചിരിച്ചിട്ട്. സോ ഇതാണ് ഒരവസരത്തിനായിട്ട് കാത്തു നിൽക്കുകയാണ് അല്ലെ. പല മിഡിൽ ക്ലാസ് ഫാമിലിയിലും ഹസ്ബൻഡും വൈഫും ഈ വിരല് ഇങ്ങനെ ഉയർത്താനായിട്ട് അല്ലെ നീ എന്നുള്ള ആ ഒരു ചോദ്യം. In the heat of the noonday sun, the glances sparked fire. അല്ലെ ആ ഒരു noonday സണ്ണിൽ അല്ലെ അവരുടെ ആ ഒരു നോട്ടം എന്താണ്, അഗ്നി പറത്തി അല്ലെ ഇങ്ങനെ അഗ്നി വർഷിച്ചു കൊണ്ടിരുന്നു പരസ്പരം അല്ലെ. വിഴുങ്ങാനുള്ള അഗ്നിയാണ് പരസ്പരം അല്ലെ. എന്നിട്ട് എന്താണ് കൺമുന്നിൽ അല്ലെ കത്തുന്നത് കണ്ട് അതിൽ രസിക്കാനുള്ളൊരു അല്ലെ ഒരു തരം സാഡിസ്റ്റിക് ആറ്റിറ്റ്യൂഡാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അതാണ് പരസ്പരം അല്ലെ ബഹുമാനം കുറഞ്ഞാൽ അല്ലെ. സോ ബഹുമാനം ഒരു റിലേഷനിൽ ഏറ്റവും വേണ്ടത് അതാണ്. സോ പരസ്പര ബഹുമാനം ഇല്ലാത്ത ഒരു റിലേഷനിൽ അത് ഒരു ടോർച്ചർ തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. The child wailed, അല്ലെ കുട്ടി കരയാണ്. Neither she nor he spared it a thought. സോ കുട്ടി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. neither she അല്ലെ nor he spared it a thought. അതാണ് അല്ലെ ഈ ഫൈറ്റ് ചെയ്യുന്ന പാരന്റ്സിനിടയ്ക്കുള്ള കുട്ടിയുടെ അവസ്ഥ ഇതാണ് അല്ലെ. അവര് ശ്രദ്ധിക്കില്ല, അവരുടെ ലോകത്താണ്. He was pulling up the scooter with all his strength. അല്ല അവന്റെ മുഴുവൻ ശക്തി എടുത്ത് മേലോട്ട് സ്കൂട്ടർ നീക്കാൻ നോക്കുന്നുണ്ട്.
The steepness of the hill made it difficult for him. സോ അവനല്ലേ ഇങ്ങനെ സ്കൂട്ടർ നിലത്ത് നിന്നും ഉയർത്താണ്ടാണ് പുള്ളി ചെയ്യാൻ നോക്കുന്നത് എന്നുള്ളതാണ്. സോ അവനല്ലേ അങ്ങനെ ആകുമ്പോൾ ഭയങ്കര അല്ലെ ഇപ്പൊ പാടായിട്ട് തോന്നുകയാണ്. സോ അവന് ആ ടെക്നിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. അവൾക്കല്ലേ കുറച്ചൊക്കെ അത് അറിയാമെന്നുള്ളത്. നോക്കാം നമ്മളെ അവള് പുറത്ത് വരുമോന്ന്. She walked proudly up to him as if on a momentous final occasion. സോ അല്ലെ എന്താണ് നീ മാറി നിൽക്കടാ എന്ന് പറയും പോലെ അവളല്ലേ ധൈര്യപൂർവ്വം മുമ്പോട്ട് വന്നു. She lifted the scooter by the carrier and held it steady. സോ എന്ത് ചെയ്തു? സ്കൂട്ടറിനെ അല്ലേ ആ പിറകിലുള്ള നമ്മളല്ലേ ഈ കാരിയർ, അതായത് സ്കൂട്ടർ പൊന്തിക്കാനുള്ള സാധനം ബാക്കിലല്ല അത് അല്ല അത് എടുത്ത് അതിൽ പിടിച്ചിട്ട് അവളൊന്ന് സ്കൂട്ടർ പൊക്കി എന്നിട്ട് മെല്ലെ കൂളായിട്ട് തള്ളി അങ്ങ് കൊണ്ടുപോകാൻ നോക്കുകയാണ്. Smirking with a sacred contempt, she pushed the scooter uphill, glorying at her easy conquest of the steepness that it threatened their balance. എന്താ പറയുന്നത്? അവരെ അല്ലേ ഇങ്ങനെ ബാലൻസ് തെറ്റിക്കുന്ന ആ ഒരു ഉയരത്തിൽ വെച്ച് അല്ല അവളെന്ത് ചെയ്യാണ്? തന്റെ പ്രകടനം കാഴ്ചവെക്കുകയാണ് അല്ലെ. സോ ഒരവസരത്തിന് വേണ്ടി അവൾ കാത്തു നിൽക്കുകയായിരുന്നു അല്ലെ, അവന്റെ മുമ്പിൽ ഒരു മിടുക്ക് കാണിക്കാൻ. കാരണം പബ്ലിക്കിന്റെ മുമ്പിൽ പലപ്പോഴും അവൻ എന്ത് ചെയ്യാറുണ്ട് അല്ലെ, അവളെ നാണം കെടുത്താറുണ്ട് എന്നുള്ളതാണ്. സോ അല്ലെ ഇത് ആരും കാണുന്നില്ലെങ്കിലും കൂടിയും അല്ലെ അവന്റെ മുമ്പിൽ വിജയിക്കുക, അവൻ കണ്ടാൽ മതി എന്നുള്ളതാണ്. സോ അവളല്ലേ കൂളായിട്ട് ആ സ്കൂട്ടറിന്റെ പിറകിലുള്ള അല്ലെ ആ ഒരു കാരിയർ പിടിച്ചു ഒന്ന് ഉയർത്തി എന്നിട്ട് കൂളായിട്ട് തള്ളിക്കൊണ്ടുപോവാണ്. He was enraged at the small victory she had over the scooter. അല്ലെ അവൻ അത് സഹിക്കുന്നില്ല, അത് സഹിക്കുകയില്ല എന്നുള്ളതാണ്. Pointing at the child who was tottering after her, crying aloud, he roared, "Carry the child, you!" അവനെന്ന് പറയുന്നത് നോക്കി, അതാണ് അല്ലെ ചൈൽഡ് ഈസ് ദ ടൂള് അല്ല, അതാണ് കീ, അതാണ് കടിഞ്ഞാണ് അല്ലെ. ചൈൽഡ് എന്ന കടിഞ്ഞാണ് അവളെ തലയിലിട്ടിട്ട് എന്ത് ചെയ്യാം അല്ലെ, നീ അല്ലേ നിന്റെ വയറ്റിൽ നിന്ന് വന്ന സാധനം അല്ലേ അത് അല്ലെ, ഇറ്റ്സ് യുവർ റെസ്പോൺസിബിലിറ്റി എന്നുള്ളതാണ്. സോ എന്ത് ചെയ്യാം, കുട്ടിയെ എടുക്കുക അല്ലെ, അത് കരയുന്ന കാണുന്നില്ലേ. സോ പല ഹസ്ബൻഡ് പറയുന്നേക്കാം അല്ലെ, കുട്ടി കരയുമ്പോൾ എന്ത് ചെയ്യും, അവർക്ക് എന്തോ കൈയില്ലാത്ത പോലെയാണ് സംസാരിക്കുക അല്ലെ, കുട്ടിയെ കരയുന്നത് നീ കേൾക്കുന്നില്ലേ എന്നുള്ള ഒരു ചോദ്യം. സോ അല്ലെ അപ്പൊ ചോദിക്കണം അല്ലെ, എന്താ നിങ്ങൾക്ക് കൈയില്ലേ? So proudly she turned around. The child was weeping and clinging to his legs. So എന്താണ് അവള് ടേൺ ചെയ്തു അല്ലെ, എന്നിട്ട് the child was weeping and clinging to his legs. അവള് മൈൻഡ് ആക്കുന്നേ ഇല്ല, കാരണം അല്ലെ എന്താണ് നിനക്കെന്താ എടുത്തൂടെ എന്നുള്ള ആറ്റിറ്റ്യൂഡ് തന്നെയാണ് അവള് ചോദിക്കുന്നത്. സോ ആ കുട്ടിയാണെങ്കിൽ അവന്റെ അല്ലെ കാലിൽ ഇങ്ങനെ പിടിച്ച് വലിക്കുകയാണ്, എന്നെ എടുക്ക് എന്നുള്ള രീതിയിൽ. She turned her face away and toiled to push the scooter up the hill. സോ എന്താണ്, സോ അവളല്ലേ അതൊന്നും മൈൻഡ് ആക്കിയില്ല, അവള് തന്റെ പ്രവൃത്തി തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് അല്ലെ, സ്കൂട്ടർ തള്ളിക്കൊണ്ടേ മേലോട്ട് കയറിക്കൊണ്ടേയിരിക്കാൻ നോക്കുകയാണ്. Swiftly he pushed the child away and stopped her with all his strength. അല്ലെ അങ്ങനെ നീ മിടുക്കിയാവണ്ട, അവിടെ നിൽക്ക് അല്ലെ. സോ എടുത്തിട്ട് എന്ത് ചെയ്യാണ്, ആ ഒരു കടിഞ്ഞാണല്ലേ നീ സ്വയം തയ്യാറായിട്ടല്ല, അത് നിന്റെ കഴുത്തിലിടാൻ തയ്യാറല്ലെങ്കിൽ അല്ലെ ഞാൻ തന്നെ എടുത്ത് തലയിൽ ഇട്ടുതരാം എന്നുള്ളതാണ്. സോ അങ്ങനെ അവൻ എന്ത് ചെയ്യുക, അവളെ പിടിച്ച് നിർത്തി അത് അല്ലെ കുട്ടിയെ കയ്യിൽ കൊടുക്കാൻ നോക്കുക. Their hatred spilled onto the tug of war at the center of which was the scooter. സോ അവര് അല്ലെ എന്താണ് സ്കൂട്ടർ നടക്കുന്നുണ്ട്, അവന്റെ കയ്യിൽ കുട്ടിയുണ്ട് അല്ലെ, അവളെ ആ കുട്ടീനെ പിടിപ്പിക്കാൻ നോക്കുകയാണ്. സോ ടഗ് ഓഫ് വാർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയില്ലേ കമ്പവലി, അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുക, അതായത് രണ്ടു ഭാഗത്തും പോവാണ്ട് അല്ലെ ഇങ്ങനെ നിൽക്കുകയാണ്. It was pulled in two directions and almost flattened by the pressure that they exerted and stopped it from moving an inch either way. സോ എന്താണ് സ്കൂട്ടർ ആണെങ്കിലോ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചല്ലേ രണ്ടു ഭാഗവും പോകാത്ത അവസ്ഥയാണ്. സോ അതാണ് രണ്ടു ഭാഗവും പോകാത്ത മിഡിൽ ക്ലാസ് അല്ലെ ഫാമിലി. സോ ഇങ്ങനെയുള്ള ചെറിയ തരം അല്ലെ എന്താണ് ഫൂളിഷ് ഫൈറ്റ് ആൻഡ് അല്ലെ സൈക്കോളജിക്കൽ സാറ്റിസ്ഫൈങ് ഐഡിയാസ് വെച്ച് പുലർത്തുന്ന അല്ലെ ഹസ്ബൻഡും വൈഫും. സോ അവസരം കാത്തു നിൽക്കുന്ന അല്ലെ ഒരു കണ്ണിങ് ആയിട്ടുള്ള ഫോക്സിനെ പോലെയാണ് രണ്ടാൾക്കാരും അല്ലെ, ചാടി വീഴാൻ നിൽക്കുന്നവരാണ്. A madly rushing bullet
the Royal Enfield motorbike that was coming up downhill at 1,000 horsepower ground to a halt by them. So എന്താണ് അവിടെ നോക്കി ഒരു റോയൽ എൻഫീൽഡ് മോട്ടോർ ബൈക്ക് താഴെയൊന്നുമല്ല നല്ല അല്ലെ സൗണ്ട് ഒക്കെ ഉണ്ടാക്കിയിട്ട് വരുന്നുണ്ട് അല്ലെ. ആ ഒരു മോട്ടോർ ബൈക്ക് അല്ലെ വരുമ്പോൾ നിങ്ങൾക്ക് അറിയാം എന്താണ് സൗണ്ട് എന്നുള്ളത്. സോ ആ ഒരു അല്ലെ റൈഡിങ് എന്നുള്ള ഐഡിയ, സെക്ഷൽ ഐഡിയ ഇവിടെ കണക്ട് ചെയ്തിരിക്കുകയാണ്. അവന്റെ സ്കൂട്ടർ അല്ലേ, സ്പീഡ് കുറവാണ് അല്ലെ, ഇങ്ങനെ നിരങ്ങി പോകുന്ന സ്കൂട്ടറാണ്. ഇതാണെങ്കിലോ സോ അതുകൊണ്ട് തന്നെ അവിടെ ഹോഴ്സ് പവർ സ്ട്രെസ് ചെയ്ത് പറയുന്നുണ്ട് അല്ലെ, കുതിരശക്തി. സംതിങ് അല്ലെ ട്രഡീഷണലി ഓൾവേസ് അസോസിയേറ്റഡ് അല്ലെ, നമ്മളൊക്കെ എന്ത് പറയാം, ഒരു ആർക്കിടൈപ്പൽ സിമ്പിൾ ആണ് എന്തിന്റെ, പുരുഷ ശക്തിയുടെ അല്ലെങ്കിൽ ആ ഒരു മാനിന്റെ സെക്ഷൽ പവറിനെ കാണിക്കുന്ന ഒരു ഐഡിയ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. സോ അത് എന്ത് ചെയ്തു, അവിടെ ഒന്ന് നിന്നു. ഇറ്റ് വാസ് എ പ്രീസ്റ്റ് ഹൂ സ്റ്റെപ്ഡ് ഓഫ് ദി ബുള്ളറ്റ്. സോ അതാണ് തമാശ അല്ലെ. സോ ഇവളെ അല്ലേ ഇങ്ങനെ ഇവളെ കാത്തു നിൽക്കുകയാണ്. ഒരു ബൈക്കിൽ പോകാനൊക്കെ ആഗ്രഹമുണ്ട്. അപ്പോ ബൈക്ക് നിർത്തിയപ്പോൾ അതിലാരാണ്, ഒരു പ്രീസ്റ്റ്. ഓക്കെ നോക്കാം. എ പ്രീസ്റ്റ് ഹു വോർ ഗം ബൂട്ട്സ് അല്ലെ. എങ്ങനെയുള്ള പ്രീസ്റ്റാണ്, ഗം ബൂട്ട്സ് ധരിച്ചിട്ടില്ല അല്ലെ. അതായത് ഈ കോൺക്രീറ്റിന്റെ വർക്കൊക്കെ ചെയ്യുന്ന ആൾക്കാർ ധരിക്കുന്ന ഒരു ഫൂട്ട് ഉണ്ടല്ലോ, മേലോളുള്ള ഒരു റബ്ബറിന്റെ ഫൂട്ട്, അതാണ് അങ്ങനെയുള്ള അല്ലെ മേലോളുള്ള ഒരു ഫൂട്ടൊക്കെ ഇട്ടിട്ട് വരുവാണ് ബൂട്ട്സ്. ഫെയ്ഡഡ് ജീൻസ് അല്ലെ, ഫെയ്ഡഡ് ജീൻസ് ആണ് അല്ലെ, കുറച്ച് മങ്ങിയ ജീൻസ്. ആൻഡ് എ കട്ട് ഓഫ് ഫ്രോക്ക് ഓഫ് ഹിസ് ഓർഡർ. ഓക്കെ, സോ അദ്ദേഹത്തിന്റെ ആൾക്കാരല്ലേ ധരിക്കുന്ന പോലത്തെ ഒരു വസ്ത്രം, പക്ഷെ എന്താണ്, ജീൻസും അല്ലെ ബൂട്ട്സ് ഒക്കെ ഇട്ടിട്ട് നല്ലൊരു പ്രീസ്റ്റ് വരികയാണ്. വിത്ത് ഡാർക്ക് സൺഗ്ലാസസ് ആൻഡ് വിത്ത് ഹിസ് ബിയർഡ് ആൻഡ് ഹെയർ ഫ്ലൈയിങ് ഇൻ ദ വിൻഡ് അല്ലെ. ആ ഒരു സ്വാതന്ത്ര്യത്തിന്റെ ആഘോഷം അല്ലെ, സ്വാതന്ത്ര്യക്കാറ്റ് ഇങ്ങനെ അടിച്ച് നാല് ഭാഗത്ത് പറത്തുന്ന മുടിയും ഒക്കെ ആയിട്ടല്ലേ ഒരു സ്വതന്ത്രനായ അല്ലെ, ഒരു എന്താ പറയാ, ഒരു ഡിഫറെന്റ് വേഷത്തിലുള്ള ഒരു പ്രീസ്റ്റ് വരികയാണ്. സോ നമ്മൾ നോക്കുക, ഇവിടെ ഫൈറ്റ് അല്ലെ ഇങ്ങനെ നടക്കുമ്പോൾ എന്ത് ചെയ്യും, ഒരു ഫൈറ്റ് അല്ലെ വീട്ടിൽ നടക്കുമ്പോൾ അവസരം മുതലാക്കാനല്ലേ ആരും വരാം, അതൊരു പ്രീസ്റ്റും ആവാം എന്നുള്ളതാണ് അല്ലെ. സ്ത്രീയെ ഒരു രീതിയിൽ യൂസ് ചെയ്യുക അല്ലെ, പുരുഷൻ പലപ്പോഴും എന്ത് ചെയ്യുന്നുണ്ടാവും, സൈഡായിട്ടല്ലേ അത് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും എന്നുള്ളതാണ് അല്ലെ. സ്ത്രീയോ അവളും അല്ലെ ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ വരികയാണെങ്കിൽ അല്ലെ, അങ്ങനെ നീ അല്ലെ ആളാവണ്ട എന്നുള്ളത് കൊണ്ട് എന്ത് ചെയ്യും, അവളും അല്ലെ അവളുടേതായ ഇല്ലീഗൽ ആയിട്ടുള്ള അല്ലെ സെക്ഷൽ റിലേഷനൊക്കെ തുടങ്ങും എന്നുള്ളതാണ്. അതിനായിട്ടല്ലേ പുറമേ നിന്നും ആളുകൾ എന്ത് ചെയ്യും, ആ ഒരു അവസരം മുതലാക്കാൻ ഒരുപാട് ആൾക്കാരും ഉണ്ടാവും എന്നുള്ളതാണ്. സോ ഇവിടെയുള്ള പ്രീസ്റ്റ് അങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ജസ്റ്റ് അല്ലെ അത് പ്രീസ്റ്റും ആവാം എന്നുള്ളതേ ഉള്ളൂ. He stared wonderingly at them for 2 minutes. 2 മിനിറ്റ്സ് രണ്ട് ആൾക്കാരെ ഇങ്ങനെ നോക്കുകയാണ്. Then he propped the bullet against the tamarind tree and picked up the baby. അല്ല പിന്നെന്താണ്, പ്രീസ്റ്റ് എന്നിട്ട് ആ ഒരു ബുള്ളറ്റ് അല്ലെ എവിടെ ചായച്ചു വെച്ചു, ആ ഒരു ടമാറിൻറ്റ് അല്ലെ ആ ഒരു മരത്തില് പുളിമരത്തിലൊന്ന് ചായച്ച് വെച്ചു തന്റെ ഒരു എന്താണ് മോട്ടോർ ബൈക്ക്. എന്നിട്ട് കുട്ടിയെടുത്തു. Silently, he handed the baby to the mother and lifted the scooter easily to the top of the hill. So അവിടെ ശ്രദ്ധിക്കുക, പ്രീസ്റ്റ് അല്ലെ കുട്ടിയെ എടുത്തിട്ട് ആർക്ക് കൊടുക്കുകയാണ്, ഒരു മദറിന്റെ കയ്യിൽ കൊടുക്കുകയാണ്, സ്ത്രീയെ അല്ലെ. അവളെ എന്ത് ചെയ്യാണ്, ഓർമ്മിപ്പിക്കുകയാണ് അല്ലെ, നിന്റെ റോള് എന്താണ് എന്നുള്ളത്. സോ ഇത് പ്രീസ്റ്റിന് നേരെയുള്ളതാണോ അല്ലെങ്കിൽ അല്ലെ ആർക്ക് നേരെയുള്ള തമാശയാണെന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കുക. ആർക്കൊക്കെ നേരെയുള്ള തമാശ ആയിരിക്കും ഇങ്ങനെയുള്ള റോള് അല്ലെ. പല റോളുകളുമായിട്ട് വരുന്ന ആൾക്കാർ എന്ത് ചെയ്യും, നിങ്ങളെ എപ്പോഴും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും അല്ലെ എന്താണ് നിങ്ങളുടെ റോൾ എന്ന്. In another 2 minutes, he had tightened the bolt and sped away once more at 1,000 horsepower on his mad bullet. സോ അടുത്ത 2 നിമിഷത്തിനുള്ളിൽ അല്ലെ ഇവളിങ്ങനെ കുട്ടിയെ എടുത്ത് നിൽക്കുകയാണ്. 2 മിനിറ്റിനുള്ളിൽ പ്രീസ്റ്റിന്റെ പണിയെടുത്ത് അല്ലെ ഉപദേശം കൊടുത്തു അല്ലെ, എന്താണ് നല്ലവളായി ജീവിക്കുന്ന അല്ലെ മകളായിട്ട് അല്ലെ കിടാവായിട്ട് ഇങ്ങനെ
നിൽക്കൂ കുട്ടി എന്നൊക്കെയുള്ള രീതിയിലുള്ള അല്ലെ ഒന്നും പറയേണ്ട ആവശ്യമില്ല. അത് തന്നെയാണ് ഉദ്ദേശിച്ചത് അല്ലെ. എന്ത് അവന്റെ നല്ല ഒരു അല്ല ആട്ടിൻകുട്ടിയായിട്ട് ഇരിക്കൂ മോളെ എന്നാണ്. അങ്ങനെ 1000 ഹോഴ്സ് പവറിൽ അല്ലെ അവിടെയും ഒരു ഐഡിയ അല്ലെ വച്ചിരിക്കുകയാണ്. ഓൺ ഹിസ് മാഡ് ബുള്ളറ്റ് ദ സ്കൂട്ടർ റാഷ്ഡ് പാസ്റ്റ് ദീസ് സ്ട്രെയിറ്റ് പാത്സ്. സ്കൂട്ടർ അല്ലേ, പിന്നെ അവര് അങ്ങനെ സ്കൂട്ടറിന്റെ പ്രശ്നം ഒന്ന് ഒരുവിധം കഴിഞ്ഞു. അവര് അതിൽ കയറി പിന്നെയും യാത്ര തുടരുകയാണ്. Though the scooter was so troubled by the heat, the dust, and the strong wind, the senses of the woman were excited by her locks that fluttered in the breeze, the stiffness of her pallu that crackled, and by the wild fragrance that emanated from the back of his neck. So, ആ ഒരു എന്താണ് ട്രബിൾഡ് അല്ലെ ബൈ ദ ഹീറ്റും ഡസ്റ്റും അല്ലെ വിൻഡും ഒക്കെ ട്രബിൾ ചെയ്തെങ്കിലും അല്ലെ അവൾ എന്താണ് അവളുടെ മുടിയൊക്കെ പാറിപ്പറന്നു അല്ലെ, അവള് എന്താണ് സാരിയൊക്കെ പാറിപ്പറന്നു അല്ലെ, അവള് ഒരു 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 സ്കൂട്ടറിൽ പോകുമ്പോൾ അല്ലെ ഒരു സ്വതന്ത്രമായി ഒരു ഫീലിംഗ് വരികയാണ്. സോ അവൾ എന്ത് ചെയ്യാണ് അല്ലെ, നമ്മൾ പറഞ്ഞു ആ സ്കൂട്ടറിൽ ഇരിക്കുമ്പോൾ മാത്രമാണ് അവർക്ക് ഒരു അല്ലെ അസുഖം വരുന്നത്. എന്ത് ആ ഒരു അല്ലെ അറ്റാച്ച്മെന്റിനുള്ള ഒരു തരം അസുഖം അല്ലെ, അതെന്താണ് ഒരു തരം ഡിസീസ് തന്നെയാണ്. ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് സംതിങ് അല്ലെ ഹെൽത്തി എന്നുള്ളതാണ് അല്ലെ, ഇതൊരു നല്ല ടെൻഡൻസി അല്ല അല്ലെ, സൈക്കോളജിക്കലി അല്ലെ ഇറ്റ് ഈസ് റണ്ണിങ് in a different way in the heart. But once they get into the scooter, they start to behave as if this is something quite natural. നമ്മൾ കുടുംബമാകുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും എന്നുള്ള ആ ഒരു ലൈന് അല്ലെ, അവരെ സ്കൂട്ടറിൽ കയറുമ്പോൾ അല്ലെ സ്വയം പറഞ്ഞുകൊണ്ട് പരസ്പരം അല്ലെ പുഞ്ചിരിക്കുന്ന വഞ്ചകരായ ആൾക്കാർ അല്ലെ, പുഞ്ചിരിയിൽ വഞ്ചന ഒളിപ്പിക്കുന്ന എന്നൊക്കെ പറയില്ലേ, അതാണ്. അല്ലെ വിയർപ്പും ഒക്കെ അവൾക്ക് മണക്കുന്നുണ്ട് അല്ലെ, അതുകൊണ്ട് തന്നെ അവൾക്ക് എന്താണ് അല്ലെ ആ ഒരു മൂഡ് തിരിച്ചു വരികയാണ്. As they speeded past the crowded thoroughfare of the city, she hooked her arm around his shoulder to excite the envy of girls. എന്താണ് അല്ലെ, അതാണ്. സോ പുറമേ ഉള്ളവരെ അല്ലെ നമ്മൾ എന്ത് ചെയ്യുക, സന്തോഷിപ്പിക്കുക എപ്പോഴും അല്ലെ, അതാണ് പരിപാടി. ഒരു ആൾക്കാരല്ലേ കല്യാണം കഴിഞ്ഞാലും അല്ലെ കല്യാണം കഴിക്കുന്നതിന് മുമ്പിലും ഒക്കെയും എല്ലാം ചെയ്യുന്നത് എന്താണ്, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ്. അവർക്ക് അല്ലെ അവരെ കാണിക്കാൻ വേണ്ടിയുള്ള പ്രകടനങ്ങൾ മാത്രമാണ്. സോ അതുകൊണ്ട് തന്നെ അവൾ എന്ത് ചെയ്യാണ്, ഒരു ക്രൗഡഡ് അല്ലെ താഴ്ഫേ പറഞ്ഞ വേ എന്നുള്ളതാണ്, അല്ലെങ്കിൽ മെയിൻ റോഡ് എന്നുള്ളതാണ്. സോ ഒരു അല്ലെ മെയിൻ റോഡിൽ എത്തിയപ്പോൾ ഒരുപാട് അല്ലെ ഗേൾസ് ഒക്കെ ഉണ്ട് അവിടെ നിന്നിട്ട്. സോ ഇവളെന്ത് ചെയ്യാണ് അല്ലെ, ഗേൾസിനെ ഒന്നുമില്ലാത്ത അല്ലെ നിങ്ങൾക്കൊന്നുമില്ലാത്ത ഒന്ന് അല്ലെ എനിക്കുണ്ടല്ലോ എന്നുള്ള രീതിയിൽ അവരെ എന്ത് ചെയ്യാണ് അവന്റെ ഷോൾഡറിൽ അല്ലെ ഇങ്ങനെ ചുറ്റിപ്പിടിക്കുകയാണ്. സോ അവന്റെ ഷോൾഡറിൽ ചുറ്റിപ്പിടിക്കുമ്പോൾ അല്ലെ നമ്മളിവിടെ നോക്കണം. സോ ഞാൻ കുഴിയിൽ വീണു എന്നുള്ളത് മറച്ചു വെച്ചിട്ട് എന്ത് ചെയ്യാം അവള് അല്ലെ, നിങ്ങളും കുഴിയിൽ വീഴും അല്ലെ, വേഗം തന്നെ എന്ത് ചെയ്യാം പോയിട്ട് ഒരു അല്ലെ ആലിയൻസ് അല്ലെ ഒരു എന്തുണ്ടാക്കിക്കോ, ഒരു മാരേജ് അല്ലെ വേഗം തന്നെ കഴിച്ചോ എന്നുള്ള രീതിയിൽ അല്ലെ ആ ഒരു ചിന്ത, ഒരു നല്ല അല്ലെ കുടുംബം എന്നുള്ള ഐഡിയ അല്ലെ ഇവിടെ ഇങ്ങനെ ആ ഒരു ടൗണിൽ നിന്നും അല്ലെ ഇവര് പറത്തി വിടുകയാണ് അല്ലെ. ശരി അല്ലെ, ഈ റിയാലിറ്റി എന്താണെന്ന് നമുക്കേ അറിയുള്ളൂ. ഇവിടെ ഞാനല്ലേ വീണ കുഴി എന്ത് ചെയ്യാണ്, അതെന്റെ ലോകമാണ് എന്നുള്ള രീതിയിൽ അവള് ചുറ്റിപ്പിടിച്ചിട്ടല്ലേ ആ കുട്ടികളെ ഒന്ന് ജലസാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. The traveler was caught in the dream of the crystal clear lakes that penetrated the heat like a fine shower. So എന്താ പറയുന്നത്, ട്രാവലർ ബോസ് അല്ലെ അവന്റെ കാര്യമാണെങ്കിലോ ഓക്കെ അവനും അല്ലെ അവളും മെല്ലെ എന്ത് ചെയ്യാണ്, ഓക്കെ അങ്ങനെയൊക്കെ ഉണ്ടാവും അല്ലെ, നമുക്ക് തള്ളിക്കൊണ്ട് പോവാം അല്ലെ, കുടുംബം അല്ലേ എന്നുള്ളതാണ്. സോ കുടുംബം അല്ലേ എന്നുള്ളതിൽ ഒതുക്കുന്ന ഒരുപാട് അല്ലെ സഫറിങ്സ് ആണ്. സഫറിങ്സ് എന്ന് പറഞ്ഞാൽ അല്ലെ ദുഷിച്ച ആ ഒരു ജീവിതം അല്ലെ ശരിക്കും എന്താണ് മരിച്ച് ജീവിക്കുന്നതിന് തുല്യമാണ്. എന്നാലും അല്ലെ ആ ഒരു ഒറ്റ ടേമില് നമ്മളെല്ലാം നിർത്തിക്കോളുക എന്നുള്ളതാണ്. ഒരു കുടുംബമായാൽ അങ്ങനെയൊക്കെ ഉണ്ടാവും, അത്രയേ ഉള്ളൂ.
that penetrated the heat അല്ലെ. അപ്പൊ എന്ത് ചെയ്യാം, നമ്മളെ ചിന്തകളെ അല്ലെ മേയാൻ വിടാം അല്ലെ. മേലോട്ട് പോയാലുള്ള കാഴ്ചകൾ വിശാലമായ കാഴ്ചകളാണ് അല്ലെ. ലേക്ക്, തടാകങ്ങൾ അല്ലെ, നല്ല റിച്ച് ആവുമ്പോഴുള്ള സൗഭാഗ്യങ്ങൾ ഓർത്തുകൊണ്ടല്ലേ നമുക്ക് എന്ത് ചെയ്യാം. സോ അപ്പോഴും അല്ലെ ഇതൊക്കെ ഈ സഫറിങ്സും ഈ ഒരു ഫ്രസ്ട്രേഷനും ഒക്കെ കുറെ അങ്ങ് തീരുമായിരിക്കും എന്നുള്ള പ്രതീക്ഷ അല്ലെ. ഉറപ്പൊന്നുമില്ല, ജസ്റ്റ് അല്ലെ ഒരു ഹോപ്പാണ്. സോ ഹോപ്പാണ് എല്ലാത്തിനും അല്ലെ ഒരു കാര്യം എന്ന് പറയുന്നത്. സോ അതിൽ പിടിച്ച് നമുക്ക് അല്ലെ വേറൊരു ടെക്നിക്ക് കളിക്കാമെന്നുള്ളതാണ്. സോ ഹി ടേൺഡ് ഹിസ് ഫേസ് ടു റബ് ഹിസ് stubbled chin on a palm. സോ അവനും എന്ത് ചെയ്യാണ്, ഒരു മൂഡിലോട്ട് ഇങ്ങനെ വരികയാണ് അല്ലെ. അവളുടെ ആ ഒരു പാമ്പിലോട്ട് അല്ല, അവളിങ്ങനെ ചുറ്റി പിടിച്ചിട്ടുണ്ട് കഴുത്തിന് അല്ല. അപ്പൊ അവളുടെ ആ ഒരു പാമ്പിലേക്ക് അവൻ എന്ത് ചെയ്യാണ്, കയ്യിലേക്കല്ല മെല്ലെ തൻ്റെ കുറ്റിത്താടി രോമങ്ങൾ മെല്ലെ ഒന്ന് അരച്ചു കൊടുക്കുകയാണ് അല്ലെ. ആ ഒരു സ്റ്റബ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ഉദ്ദേശിക്കുന്നത് കുറ്റിത്താടി രോമങ്ങളാണ് അല്ലെ, ഇങ്ങനെ കുറ്റിയായിട്ട് വെച്ചിട്ടുള്ള ഒന്നാണ്. സ്കൂട്ടേഴ്സ് ആർ ഹൗവർ അൺഡിപ്പെൻഡബിൾ ഫോർ ലോങ് ജേർണീസ്. സോ എന്താ പറയുന്നത് അൺഡിപ്പെൻഡബിൾ എന്നാണ് അല്ലെ. ആശ്രയിക്കാനേ പറ്റില്ല ഈ സ്കൂട്ടറിനെ അല്ലെ. ദൂരയാത്രക്ക് ഒട്ടും ആശ്രയിക്കാൻ പറ്റാത്ത വണ്ടിയാണ് സ്കൂട്ടർ. നേരത്തെ പറഞ്ഞത് അൺഫിറ്റ് എന്നാണ് അല്ലെ, ഒട്ടും ഫിറ്റ് അല്ലാത്ത യോജിക്കാത്ത വണ്ടിയാണെന്നാണ്. സോ ഇവിടെ അല്ലാത്ത തീരെ ആശ്രയിക്കാൻ പറ്റാത്ത ഒരു എന്നുള്ളതാണ്. സോ ഇവിടെ അല്ലെ ആശ്രയം തേടി പോകുന്ന അല്ലെ രണ്ടാൾക്കാരാണ്. സോ അവർക്ക് അല്ലെ എന്താണ് സ്കൂട്ടറിലെ യാത്ര. സോ വേഗം തന്നെ ഇത് അവസാനിപ്പിച്ചോ മക്കളെ, അല്ലെങ്കിൽ എന്താണ് നമുക്ക് കാണാം, അല്ലെങ്കിൽ എന്താ പറ്റുക എന്നുള്ളത്. കഥ അവസാനിക്കുമ്പോൾ നമ്മൾ അത് കാണുന്നതാണ്. Before they reached the hoped for destination, the scooter began to lose fuel. So അല്ല എന്താണ് അവരെയല്ലേ കാഴ്ചകൾ സ്വയം അല്ലെ കണ്ണിൽ പല തടാകങ്ങളൊക്കെ വരച്ചു വെച്ച് മെല്ലെ സ്വപ്നത്തിലോട്ട് അല്ലെ സ്വയം പറഞ്ഞയച്ചുകൊണ്ട് അല്ലെ. പറഞ്ഞയക്കുക എന്ന് പറഞ്ഞാൽ അടിച്ച് പറഞ്ഞയക്കലാണ് അല്ലെ. സോ അതാണ് ഒരുതരം അവസ്ഥയാണ്. The scooter careened alarmingly as it leaked the terribly smelly fuel. So സ്കൂട്ടറിൽ നിന്നും എന്തോ അല്ലെ ഫ്യൂവല് പുറത്തു വരാൻ തുടങ്ങി. ദുർഗന്ധം വഹിക്കുന്ന ഒരു സ്മെല്ലി അല്ലെ ഫ്യൂവലാണ്. She realized what was happening before he did. So അല്ലെ ആ ഒരു എന്തൊക്കെയാ സംഭവിക്കുന്നതെന്ന് അല്ല അവൾക്ക് മനസ്സിലായി അവനേക്കാളും മുമ്പേ. സോ അത് അല്ലെ സ്ത്രീകൾക്ക് മനസ്സിലാവും എന്നുള്ള ഒരു ഐഡിയ ആണ്. സോ ഒരു വീട്ടിലെ പ്രശ്നമല്ല, പുരുഷൻ പലപ്പോഴും വീട്ടിലുണ്ടാവില്ല അല്ലെ, പുറത്തോട്ട് അല്ലെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നവരാണ് പുരുഷൻ അല്ലെ. പുറം കാഴ്ചകളായിരിക്കും അവനെ പ്രിയ അല്ലെ. വീട്ടിലുള്ളതിനേക്കാളും എന്ത് ചെയ്യും അല്ലെ, പലപ്പോഴും അല്ലെ വീട്ടില് ലീവാണെങ്കിൽ പോലും അല്ലെ വളരെ കുറച്ച് സമയം മാത്രമേ വീട്ടുകാരോട് ചെലവഴിക്കുന്ന ഒരു ഹാബിറ്റ് വെച്ച് പുലർത്തുന്നവനാണ് പുരുഷൻ. അവൻ എന്തുണ്ടാവും, അവൻ്റെതായിട്ടുള്ള അല്ലെ ഒരു ഫ്രണ്ട് സർക്കിളൊക്കെ ഉണ്ടാവും, അവിടെ അല്ലെ ടൈം സ്പെൻഡ് ചെയ്യാം. സോ അൺലൈക്ക് എ വുമൺ. സോ അതുകൊണ്ട് തന്നെ വീട്ടിൽ ഫുൾ ടൈം ഇരിക്കുന്ന സ്ത്രീ അല്ല, അവൾക്ക് എന്ത് പറ്റും, കുറച്ചുകൂടി അല്ലെ അവനേക്കാളും കുറച്ചുകൂടി നേരത്തെ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് അവൾക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. When she saw people holding their noses and staring back, and dogs sniffing the leaking fuel and chasing after them, she screamed in embarrassment. എന്താ പറയുന്നത്, ഷീ റിയലൈസ് അല്ലെ എന്താതും പറ്റിയതെന്ന് നമുക്ക് ഏകദേശം മനസ്സിലായി. ആളുകളെല്ലാം മൂക്ക് പൊത്തുന്നു, ഇവൻ അല്ലെ ഡോഗ്സ് പോലും അല്ലെ നാറ്റം കൊണ്ട് ഇങ്ങനെ കുരക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ഷീ അല്ലെ സ്ക്വയർമെഡ് എന്ന് പറഞ്ഞാൽ അവളെ അല്ലെ ആ സ്കൂട്ടറിൽ നിന്ന് അവളും ഞെരിവിരി കൊള്ളാൻ തുടങ്ങി. അയ്യോ നാറ്റം സഹിക്കുന്നില്ലല്ലോ എന്നാണ്. സോ ഇൻ എംബാരസ്മെന്റ് അല്ലെ, എംബാരസ്മെന്റ് പറഞ്ഞാൽ അന്താളിക്കുക അല്ലെ, ആകെ എന്താണ് പെട്ടെന്നൊരു ഷോക്ക് പോലെ ആയിട്ട് എന്താണ് ഇത് എന്നുള്ളതാണ്. ആസ് ദ സ്മെൽ ബിക്കേം സിക്കനിങ് ദ ചൈൽഡ് റച്ച്ഡ്. സോ കുട്ടിക്കുമല്ല എന്താണ് വൊമിറ്റിംഗ് ടെൻഡൻസി വരികയാണ്. റച്ച്ഡ് പറഞ്ഞാൽ വൊമിറ്റ് ചെയ്യുന്ന പോലെ സൗണ്ട് ഉണ്ടാക്കുക, ആ ഒരു വൊമിറ്റിംഗ് ഫീലിംഗ് ആണ്. ഷി ഫെൽറ്റ് ദാറ്റ് ഷി വുഡ് ത്രോ അപ്പ് എനി മിനിറ്റ്. പക്ഷെ അവളല്ലേ ഏത് നിമിഷവും ചാടണം എന്നുള്ള രീതിയിൽ അവൾ ഇരിക്കുകയാണ് സ്കൂട്ടറിൽ നിന്നും. ഹി ടു വാസ് നോട്ട് ഡിഫറെന്റ് അല്ല, അവനും അത് തന്നെ തോന്നുകയാണ് എന്താണ് ഈ നാറ്റം. ഹി വാസ് ഡിസി ബൈ ദ സ്റ്റെഞ്ച്. സോ അവനും എന്താണ് തല കറങ്ങുന്നത് പോലെ തോന്നുകയാണ് ഈ ഒരു കെട്ട നാറ്റം അല്ലെ, സ്റ്റെഞ്ച് ആണ്. ഓക്കെ. ഫ്രം വിച്ച് കേഴ്സ്ഡ് ഗ്യാസ് സ്റ്റേഷൻ ഡിഡ് യു ഫിൽ ഇറ്റ് അപ്പ്
സോ ഇവിടെ ഏത് ഗ്യാസ് സ്റ്റേഷനിലാണ് നിങ്ങളിത് അല്ലേ? സോ അതാണ് ആ ഒരു കുറ്റപ്പെടുത്താനുള്ള ഒരു അവസരം അവൾക്ക് കിട്ടിയിരിക്കുകയാണ്. അവൾ ചോദിക്കുകയാണ് അല്ലെ, ഏത് അല്ലെ നാശം പിടിച്ച ഗ്യാസ് സ്റ്റേഷനിലാണ് നിങ്ങൾ ഇത് കൊണ്ടുപോയിട്ട് അല്ലെ തള്ളിയത് ഗ്യാസ് നിറയ്ക്കാനായിട്ട്? She yelled piercingly into his ear. അല്ല അവള് അവന്റെ ചെവിയിൽ ഒച്ചത്തില് അല്ലെ ചെവി തുളക്കുന്ന രീതിയിൽ അല്ലെ അലറിക്കൊണ്ട് ചോദിക്കുകയാണ്. The stench of the fuel confused him. അവനാണെങ്കിലോ ഇവള് പറയുന്നൊന്നും മര്യാദയ്ക്ക് കേൾക്കുന്നില്ല അല്ലെ, ആകെ കൂടി അവന് ഡിസി ഫീലിംഗ് ആണെന്ന് നേരത്തെ പറഞ്ഞു, തല കറങ്ങുന്ന പോലെയാണ്. അതുകൊണ്ട് ഇവള് പറയുന്ന ഒന്നും വ്യക്തമായിട്ട് മനസ്സിലാവുന്നില്ല. He remembered the smiling boy at the gas station from where he usually filled up the fuel. He remembered the smiling boy. അല്ല, അവന് ആ ഒരു സ്മൈലിംഗ് ബോയിയെ ഓർമ്മിക്കുകയാണ്, ആ ഒരു ഗ്യാസ് സ്റ്റേഷനിൽ നിന്നും അല്ലെ പുഞ്ചിരിക്കുന്ന ആ ഒരു ചെറുക്കൻ അല്ലെ. ഫ്രം വേർ ഹി യൂഷ്വലി ഫിൽഡ് അപ്പ് ദ ഫ്യൂൽ, അവിടെ നിന്നാണ് അവൻ എന്ത് ചെയ്യാറ്, ഗ്യാസ് നിറയ്ക്കാറുള്ളത്. He resolved to ask him if petrol ever smelled like a rat that was putrefying. അല്ലെ, he resolved, അവനല്ല എന്ത് ചെയ്തു, റിസോൾവ് പറഞ്ഞാൽ തീരുമാനിക്കുക എന്നുള്ളതാണ്. സോ അവൻ തീരുമാനിച്ചു അല്ലെ, ഇത് എന്താ ഇത് നാറ്റം അല്ലെ, ആ ചെക്കനോട് എന്തായാലും ചോദിച്ചിട്ട് തന്നെ കാര്യം അല്ലെ, എന്താണിത്, പെട്രോൾ ഇങ്ങനെ കെട്ടനാറോ? പ്യൂട്രിഫൈങ് ആണ് അല്ലെ. പ്യൂട്രിഫൈങ് പറഞ്ഞാൽ ഫ്ലഷ് ദ്രവിക്കുമ്പോഴുള്ള മണമാണ് അല്ലെ, ആ ഒരു പഴുത്ത് നാറുന്ന ഒരു മണം. ഈ റാറ്റൊക്കെ അല്ലെ മരിച്ചാൽ അല്ലെ ഒരു വല്ലാത്തൊരു സ്മെൽ ഉണ്ടാവും, അതാണ് ഉദ്ദേശിക്കുന്നത്. He decided to stop the vehicle by a shady tree to examine it. സോ എന്ത് ചെയ്തു അല്ല, എന്താണെന്ന് അല്ലെ നോക്കിക്കളയാം, അടുത്ത അല്ലെ ഷെയ്ഡി ട്രീന്റെ അടുത്ത് അവർ നിർത്തുകയാണ് നോക്കാനായിട്ട്. Holding the pallu to her nose and clasping the child to her, she jumped off. അല്ലെ, മൂക്കൊക്കെ സാരിയുടെ അല്ലെ ആ ഒരു മുന്താണി കൊണ്ട് അല്ലെ എന്താ പറയാ ആ ഒരു പല്ലുകൊണ്ട് അല്ലെ അവള് മറച്ച് അവളും അതിൽ നിന്നും ഇറങ്ങി. Wrapping his handkerchief around his nose, he bent down to examine the scooter. പിന്നെയും അവൻ അല്ലെ സ്കൂട്ടർ പരിശോധിക്കാൻ നോക്കുകയാണ്, എന്താണ് അല്ലെ, കാരണം അവളിപ്പോ നോക്കാൻ തുടങ്ങും അല്ലെ, എന്താ ഇത് മനുഷ്യ എന്നുള്ള രീതിയിൽ. സോ അപ്പോൾ അല്ലെ അതിനു മുമ്പേ എന്ത് ചെയ്യാം അല്ലെ, ഞാൻ ഇത് ആൾറെഡി എക്സാമിനേഷൻ അല്ലെ തുടങ്ങിക്കഴിഞ്ഞു മോളെ എന്നുള്ള രീതിയിൽ അല്ലെ, ഡോണ്ട് ബി അല്ലെ അൺഈസി എന്നുള്ള രീതിയിലാണ്. An unbearable hatred and self-disdain gripped him. അല്ലെ, സോ അവന് തന്നെ ഇങ്ങനെയല്ലേ പരസ്പരം നമ്മളിങ്ങനെയല്ലേ കണ്ടിന്യൂസ് ആയിട്ട് ഒരു സ്ത്രീ അല്ലെ ഒരു പുരുഷന് നേരെ ഇങ്ങനെ വിരൽ ചൂണ്ടിക്കൊണ്ടേ നിൽക്കുമ്പോൾ അല്ലെ അവന് തന്നെ ചിലപ്പോൾ ആ ഒരു ലാക്ക് ഓഫ് കോൺഫിഡൻസ് ഫീൽ ചെയ്യാൻ തുടങ്ങും. സോ അങ്ങനെ അല്ലെ ഫീൽ ചെയ്യുമ്പോൾ അവൻ എന്ത് ചെയ്യും അല്ലെ, അവനും അല്ലെ പലതരം ട്രിക്കായിട്ട് അവളുടെ മുമ്പിൽ അല്ലെങ്കിൽ ഇതേ തന്ത്രം അല്ലെ, അതായത് ഇത് അവന്റെ അല്ലെ ലാക്ക് ഓഫ് കോൺഫിഡൻസിൽ കയറി പിടിക്കുന്ന തന്ത്രം അല്ലെ പല വിധത്തിലും പരീക്ഷിക്കും എന്നുള്ളതാണ്. സോ ഇങ്ങനെയല്ലേ എന്താണ് സ്വയം മരിച്ചും അല്ലെ മറ്റുള്ളവരെ കൊന്നും ഇങ്ങനെ മുമ്പോട്ട് പോകുന്നതാണ് അല്ലെ ആ ഒരു ആറ്റിറ്റ്യൂഡ്. സെൽഫ് ഡിസ്റ്റൈൻ പറഞ്ഞാൽ സെൽഫ് കണ്ടംപ്റ്റ് ആണ് അല്ലെ, സ്വയം പുച്ഛം തോന്നുകയാണ്. The purifying uterus of the scooter continued to leak. സോ അല്ലെ ആ ഒരു സ്കൂട്ടറിന്റെ അല്ലെ ഗർഭപാത്രം എന്താണ് ക്ഷയിച്ച് അല്ലെ നാറ്റം വരുന്നതാണ്. അത് അല്ലെ എങ്ങനെ കൂടുതൽ നാറ്റം അല്ലെ കാറ്റില് അവിടെ തങ്ങി നിൽക്കാൻ തുടങ്ങി, കാരണം അവരല്ലേ സ്കൂട്ടറിൽ പോകുന്നത് സ്റ്റോപ്പ് ആക്കിയിട്ടുണ്ട് അല്ലെ, പോകുന്ന പോലെ അല്ല അല്ലെ, സ്മെല്ല് കൂടുതലായിരിക്കും അവിടെ നിർത്തിയാൽ. Wherever he touched, its organs grew tender, lost his skin and stuck to his hand. സോ അല്ല അവൻ തൊടുന്നിടത്തൊക്കെ എന്താണ് എല്ലാ സാധനവും അല്ല, അവൻ കൈ സ്കൂട്ടറിന്മേൽ ഓരോന്നും തൊട്ടു വെക്കാണ്. അപ്പോൾ തൊടുന്നതൊക്കെ അവന്റെ കയ്യിലേക്ക് ഊരി പോരുകയാണ്. സോ സ്കൂട്ടർ അല്ലേ ഇവര് എന്താണ് മിഡിൽ ക്ലാസ് ഫാമിലി യോജിപ്പില്ലാണ്ട് പോയി അല്ലെ സ്കൂട്ടർ തകർന്ന് എല്ലാം കൂടി എന്തായിട്ടുണ്ട് ഊരിപ്പോരുന്ന അവസ്ഥയിലായിട്ടുണ്ട്. In fear, he grabbed the handlebar. സോ അവനല്ലേ എന്ത് ചെയ്യാണ് ഹാൻഡിൽ ബാറിൽ പിടിക്കുകയാണ് അല്ലെ, ആകെ അസ്വസ്ഥനായിട്ട്. ലൈക്ക് എ ബ്രോക്കൺ റിസ്റ്റ് ഇറ്റ് സ്ലിഡ് ഇൻ ടു ഹിസ് ഹാൻഡ്. സോ അല്ലെ എന്താണ് ഒരു പൊട്ടിപ്പോയ അല്ലെ കൈയുടെ ഒരു റിസ്റ്റ് പോലെ എന്താണ് ആ ഒരു ഹാൻഡിൽ അല്ലെ ഇങ്ങ് അഴിഞ്ഞു വരികയാണ്.
Yellow with sorry, yeah, yellow with fear, he flung it away. So എന്താണ് ആകെ വിളറി വെളുത്തിട്ടല്ലേ അവൻ എന്ത് ചെയ്യാണ്, അത് വലിച്ചെറിഞ്ഞു അല്ലെ. സ്കൂട്ടറിന്റെ ഹാൻഡിൽ അല്ലെ അത് കയ്യിൽ ഊരി പോകുന്നു. എല്ലാം കൂടി അവന് ദേഷ്യം വരികയാണ്, അതും ചാടി. ഡോഗ്സ് gathered around him and the scooter and howled. സോ എന്താണ് ഈ ഒരു സ്മെല്ല് വരുമ്പോൾ അല്ലെ നായ്ക്കൾ എന്ത് ചെയ്യും, കുരക്കും. സോ നായ്ക്കളല്ലേ എന്താണ് വേറെ ഡോഗ്സിന്റെ യൂറിൻ അല്ലെ മണക്കുമ്പോഴാണ് സാധാരണ ഡോഗ്സ് കുരക്കാറുള്ളത്. കാരണം എസ്പെഷ്യലി അല്ലെ വീല്, വാഹനങ്ങളെ വീലിൽ എന്ത് ചെയ്യും, ഈ ഡോഗ്സ് പലപ്പോഴും യൂറിനേറ്റ് ചെയ്യും. സോ അവരുടെ ലാൻഡ് അല്ലെ മാർക്ക് ചെയ്യുന്നതാണ്. സോ ആ വാഹനം വേറെ പ്ലേസിലൂടെ പോകുമ്പോൾ എന്ത് ചെയ്യും, വേറൊരു ഡോഗ്, അതായത് ആ ഒരു യൂറിൻ മറ്റേ ഡോഗിന്റെ യൂറിന്റെ സ്മെല്ല് പരിചിതമല്ലാത്ത ഒരു ഡോഗ് അല്ലെ, സോ എന്റെ ഏരിയയിൽ ആര് കയറി എന്നുള്ള രീതിയിൽ കുരക്കും. സോ അതാണ് ഈ ഡോഗ്സ് അല്ലെ പലപ്പോഴും വാഹനം കാണുമ്പോൾ കുരക്കുന്നത്. സോ ഡോഗ്സ് അല്ല എന്ത് ചെയ്യാണ്, ഈ ഒരു സ്മെല്ല് അല്ലെ ഏതാണ് അല്ലെ നമ്മുടെ ലോകത്തേക്ക് വന്ന അല്ലെ ഈ ഒരു പുതിയ രണ്ട് ഡോഗുകൾ അല്ലെ നമ്മളെക്കാളും കഷ്ടമാണല്ലോ എന്നുള്ളതാണ്. She squatted on a culvert well away from him. സോ അവൾ എന്ത് ചെയ്യാണ്, കൾവെട്ടില് അല്ലെ മെല്ലെ ഒന്ന് ഇരിക്കുകയാണ്. അതായത് ഓവ് പാലം പോലെ ഉണ്ടാവുമല്ലോ റോഡിൽ, എന്തുണ്ടാവും, ഓവ് പാലം അല്ലെ, അടിയിലൂടെ വെള്ളം പോകുന്ന അല്ലെ, മേലെ റോഡ് താറിട്ടിട്ടുള്ള ഒരു സ്ട്രക്ചർ അല്ലെ, വെള്ളമൊക്കെ പോകാനുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും റോഡിന്റെ ഭാഗത്തോട്ട് പോകാനുള്ള അതിലോട്ട് അല്ല അവള് ഒന്ന് ചാഞ്ഞിരിക്കുകയാണ്. സ്ക്വാറ്റ് പറഞ്ഞാൽ നീ ബെൻഡ് ചെയ്തിട്ട് ഇരിക്കുന്ന രീതിയിൽ ഇരിക്കുക. ദ ചൈൽഡ് സ്ലപ്റ്റ് ഓൺ ഹർ ലാപ്പ്. കുട്ടി പിന്നെ ഉറങ്ങി. ഷീ കൺസിഡർ ഹിം, ദ സ്കൂട്ടർ ആൻഡ് ദ ഡോഗ്സ് ആസ് പാർട്ട് ഓഫ് എ ബാഡ് എക്സ്പീരിയൻസ് ഓഫ് എ നൈറ്റ് മെയർ. സോ എല്ലാം കൂടിയല്ലേ എന്ത് കാലക്കേടിനോ അല്ലെ ഇവന്റെ കൂടെ ഇറങ്ങി പുറപ്പെട്ടത് എന്നുള്ളതാണ്. സോ എല്ലാം ഒരു അല്ലെ ദുസ്വപ്നം പോലെ മറക്കാൻ ശ്രമിക്കുന്നവരാണ് അല്ലെ ഈ മിഡിൽ ക്ലാസ് ഫാമിലിയിലെ ആൾക്കാർ. The green lakes, the blue mountains, the mist and the blessed coldness are the only reality. സോ എന്താണ് മിഡിൽ ക്ലാസ് ഫാമിലിക്ക് അല്ലെ എപ്പോഴും എന്താണ് തങ്ങളുടെ ലൈഫ് ഒരു റിയാലിറ്റി അല്ല, അതെന്താണ് വെറും ഒരു ദുസ്വപ്നം മാത്രമാണ് അല്ലെ. സോ സ്വയം ആശ്വസിക്കാനുള്ള കാര്യങ്ങൾ, അതായത് റിയാലിറ്റി എവിടെയാണ് ഉള്ളത് എന്ന് അല്ലെ അവര് വിശ്വസിക്കുന്നു ആ ഒരു ഹൈ ക്ലാസ്സിലെ റിച്ച് പീപ്പിളിന്റെ അടുത്ത് മാത്രമാണ്. അവരാണല്ലേ ജീവിക്കുന്നവർ എന്നൊക്കെയുള്ള ചിന്തയാണ്. ഇവരല്ലേ എന്താണ് ശരിക്കും ഇവര് വെറും അല്ലെ പുഴുത്ത് നാറുക മാത്രമാണ് ചെയ്യുന്നത് അല്ലെ. അപ്പോ ഇവരെന്ത് ചെയ്യും, സ്വന്തം മൂക്ക് അല്ലെ പൊത്തി പിടിച്ചു നിൽക്കുകയാണ്. She longed to lean against the green blanket that is spilled over after spreading over the mountains. തന്റെ അല്ലെ ഭാവനയെയും അല്ലെ സ്വപ്നങ്ങളെയും ദൂരേക്ക് മേയിച്ചു വിടുകയാണ്. അല്ല അങ്ങ് ദൂരെ എന്തുണ്ട്, നല്ല പച്ച പുൽമേടയും ഒക്കെ ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുകയാണ്. സോ റിച്ചായ ആൾക്കാർക്ക് അല്ലെ ആശ്വസിക്കാൻ അവരൊക്കെ എല്ലാം അവിടെ അല്ലെ സുഖമായിട്ട് ഇരിക്കുന്നുണ്ടാവും. സോ അവിടെ എവിടെയെങ്കിലും ഒന്ന് അല്ലെ എത്തിയാൽ മതിയായിരുന്നു എന്നുള്ളതാണ്. She stared without blinking at the vehicles that raced up apart, leaving a trail of dust in the wake. സോ എന്താണ് അവളല്ലേ ബാക്കിയുള്ള വാഹനങ്ങളൊക്കെ പോകുമ്പോ ഇങ്ങനെ ആർത്തിയോടെ നോക്കുന്നുണ്ട് അല്ലെ. ഓഹ് എന്റെ ഒരു കഷ്ടകാലം അല്ലെ, ഇത് എത്രാമത്തെ തവണയാണ് ഇവിടെ ബ്രേക്ക് ഡൗൺ ആവുന്നത് എന്നുള്ളതാണ്. സോ അവൾക്ക് അല്ലെ എന്താണ് വാഹനം പോകുമ്പോൾ അവൾക്ക് അല്ലെ അവരുടെ നേരെ പൊടി പറത്തിക്കൊണ്ടാണ് പോകുന്നത്. സോ അത് മാത്രം ബാക്കിയായി അല്ലെ, പൊടിയും കൊണ്ട് അവിടെ നിൽക്കുകയാണ് റോഡരികിൽ. She was like a leaf that was swirling in the maelstrom of hope. സോ അല്ലെ എന്താണ് പ്രതീക്ഷയുടെ ആ ഒരു നീർച്ചുഴിയിൽ അല്ലെ അതിലിങ്ങനെ പെട്ട് ഇളകിക്കൊണ്ടിരിക്കുന്ന അല്ലെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഇല പോലെയാണ് അവള് അല്ലെ, അത് അവളുടെ അവസ്ഥ. സോ അവളിങ്ങനെ അല്ലെ ആശ്വാസം കണ്ടെത്താൻ ശ്രമിക്കുകയാണ് പലതരം ചിന്തകളില് ഇങ്ങനെയല്ലേ ചിന്തകളുടെ നീർച്ചുഴിയിൽ ചുറ്റി അല്ല ഇങ്ങനെ അതിൽ തന്നെ കറങ്ങാൻ ഒരു ആഗ്രഹം അല്ല, അതിൽ നിന്നും പുറത്തു വരണ്ട എന്നുള്ളതാണ്. സ്വപ്നത്തിലെങ്കിലും അല്ലെ ജീവിതം നടക്കട്ടെ എന്നുള്ളതാണ്. She longed to ask the young man who raced past in shiny new Hero Hondas for a lift to the land of the lakes.
അതാണ് അല്ലെ എന്താണ് നമ്മൾ പറഞ്ഞല്ലേ മിഡിൽ ക്ലാസ്സിലെ സ്ത്രീകൾക്കാണ് ഇങ്ങനെ ഒരു പ്രശ്നമല്ലേ ഭയങ്കരമായി അല്ലെ ഹസ്ബൻഡ് സ്ട്രഗിൾ ചെയ്യിക്കുമ്പോൾ അല്ലെ ഇങ്ങനെ ശ്വാസം മുട്ടി അവസാനം എന്താണ് എവിടെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നതാണ്. സോ അപ്പോൾ ഒളിച്ചോടാൻ ഒരു ആഗ്രഹം. അവിടെ ഹോണ്ടാസിൽ അല്ലെ ഹീറോ ഹോണ്ടാസിൽ പോകുന്ന നല്ല ചെറുപ്പക്കാരുണ്ട് അല്ലെ നല്ല ആൾക്കാർ അവരുടെ കൂടെ അങ്ങ് പോയാലോ എന്നൊരാഗ്രഹം. She thought that if the Honda stopped, she would wrap her arm about the young man on the hero Honda, even as the traveler looked on, and would go on her way cheerfully. So എന്ത് ചെയ്യും? അവർ നിർത്തുകയാണെങ്കിൽ അല്ലെ ഞാൻ എന്തായാലും അവരുടെ ചുറ്റി അല്ലെ അവരുടെ അടുത്ത് പോയി അല്ലെ അവരുടെ എന്താണ് വണ്ടിയിൽ അല്ലെ മേലെ പോവാൻ ഞാൻ ധൈര്യം കാണിക്കും അല്ലെ ട്രാവലർ അതായത് തന്റെ ഹസ്ബൻഡ് അവിടെ നിന്ന് നോക്കിയിരിക്കുകയാണെങ്കിൽ ഇരിക്കട്ടെ എന്നുള്ളതാണ്. സോ അയാളെ കൊണ്ട് പറ്റുന്നില്ലല്ലോ അല്ലെ എന്ത് ചെയ്യാം, അതുകൊണ്ടല്ലേ പറ്റുന്നവരുടെ കൂടെ പോവാന്നുള്ളതാണ്. Like a putrefying mole, the scooter lay on the side of the road. സോ എന്താണ് ഒരു putrefying mole അല്ലെ മോള് പറഞ്ഞ പെരിച്ചാഴി എലിയാണ്, വലിയ എലിയില്ലേ അതാണ്. സോ ഒരു ദ്രവിച്ച അല്ലെ മരിച്ച എലിയുടെ സ്മെല്ലുള്ള ആ ഒരു സ്കൂട്ടർ അതിങ്ങനെ റോഡ് സൈഡിൽ കിടക്കുകയാണ്. സീയിങ് ഹർ ടെറിബിൾ ഫേസ് ഇൻ ദ മെൽറ്റിംഗ് മിറർ ഹി സ്റ്റെപ്ഡ് ബാക്ക് സ്റ്റാർട്ടിൽഡ്. സോ എന്താണ് അവളുടെ ആ ഒരു മുഖം അല്ലെ അവൻ കണ്ണാടിയിൽ ഇങ്ങനെ കാണുന്നുണ്ട്. അവനല്ലേ ഒന്ന് ബാക്കോട്ട് ചെന്ന് നോക്കി, അവൻ അന്തം വിട്ടുപോയി. എന്താണ് walking backwards away from her, he sat holding his head, leaning against the roots of a tree. സോ അവനും എന്താണ് മടുത്തു അല്ലെ അവളിങ്ങനെ ആ ഒരു പുറം കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്നത് അവൻ നോക്കുകയാണ് അല്ലെ. അവള് ബൈക്കിൽ പോകുന്നവരെ ബായി നോക്കുന്നത് അല്ല അവനും കാണുകയാണ്. സോ അവൻ ആകെ ഷോക്കായി. സോ അവനും എന്ത് ചെയ്യാണ് അവൻ്റെതായ രീതിയിലുള്ള അല്ലെ ഒരു സൈഡിലോട്ട് പോയിട്ട് അവനും അവന്റെ പണി എടുക്കാൻ തുടങ്ങുകയാണ് അല്ലെ. രണ്ട് ഭാഗത്തുനിന്നും എന്താണ് മെന്റലി അല്ലെ വഞ്ചിച്ചുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാർ. സം ഡിസ്റ്റൻസ് അവേ അല്ലെ അവനും ഇരിക്കുകയാണ് കുറച്ച് ദൂരെ. സോ ആ ഒരു മെന്റൽ ഡിസ്റ്റൻസ് ആണ് ഇവിടെ കാണിക്കുന്നത്. The dogs began to lick the scooter and tear it apart. അല്ലെ നായ്ക്കൾ എന്താണ് വന്നിട്ടുണ്ട് അല്ലെ ആ ഒരു സ്കൂട്ടർ കടിച്ചു പറിക്കാൻ തുടങ്ങി. At times they raised their faces to the sky to howl. സോ എന്താണ് അവര് ഓരിയിടാൻ തുടങ്ങുകയാണ്. സോ അല്ല അതായത് ഈ ഒരു സ്റ്റെഞ്ച്. സോ വേറെ നായ്ക്കളെ അല്ലെ വരുമ്പോഴാണ് പലപ്പോഴും നായ്ക്കൾ അല്ലെ ഇങ്ങനെ ബിഹേവ് ചെയ്യുക ശരിക്കും ആനിമൽസ് അല്ലെ. സോ എസ്പെഷ്യലി ഡോഗ്സ് ഇങ്ങനെയാണ് ബിഹേവ് ചെയ്യുക വേറെ എന്തെങ്കിലും ഒരു ഡോഗിന്റെ സ്മെല്ല് കിട്ടുമ്പോൾ. സോ ഇവിടെ അല്ലെ ഡോഗ്സ് രണ്ടാളും അല്ലെ ഇവര് രണ്ടാളും ആവാനേ വഴിയുള്ളൂ എന്നുള്ളതാണ്. From the tea shops and the houses nearby, holding their noses, people came out to find the source of the stench. സോ എന്താണ് അടുത്തുള്ള ചായപ്പീടിയിൽ നിന്നും അല്ല അടുത്തുള്ള വീടുകളിൽ നിന്നൊക്കെ എന്താ ഈ നാറ്റം അല്ലെ പെട്ടെന്ന് ഇവിടുന്ന് വന്നതെന്ന് അറിയേണ്ടിയിട്ട് ആൾക്കാരൊക്കെ അല്ലെ വരാൻ തുടങ്ങി. They clamored for they were sure that the source of the terrible odor was a dead and decaying mole. They clamored for അല്ലെ they clamored because അല്ലെ എന്താണ് ക്ലാമർ പറഞ്ഞാൽ yelled അല്ലെ അവര് അങ്ങനെ അല്ലെ എന്താ പറയാ ക്ലാമർ പറഞ്ഞാൽ ഒച്ച ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവർ വിചാരിക്കുന്ന ഏടിയോ ഒരു വലിയ പെരിച്ചാഴി എഴുതി ചത്തിട്ടുണ്ട്, അതാണ് നാറ്റം. Hey, you have to take it away, they shouted at him. He did not lift his face. സോ അവര് അല്ലെ പിന്നെ മനസ്സിലായി എന്താണ് ഇതാണ് അല്ലെ ഈ ഒരു സ്കൂട്ടിയാണ്. അപ്പോൾ എന്തോ അവര് പറയുന്നത് എടുത്തിട്ട് പോയാട്ടെ വേഗം അല്ലെ ഇങ്ങനെ നമ്മുടെ സ്ഥലം നാട്ടിക്കല്ലേ എന്നാണ്. They shouted at him. അവർക്ക് അവന്റെ നേരെ ഷൗട്ട് ചെയ്യാണ്. അവനാണെങ്കിൽ ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല അല്ലെ മുഖമുയർത്തി നോക്കിയത് പോലുമില്ല. He wondered how he had become the owner of the foul thing. സോ അല്ലെ അവൻ എന്താണ് ആ ഒരു ഫൗൾ തിങ്ങിന്റെ അല്ലെ ഓണർ ആയത് എങ്ങനെയെന്ന് അവൻ ആലോചിക്കുകയാണ് അല്ലെ. ഇൻസ്റ്റാൾമെന്റ് പ്ലാനിലാണ് അല്ലെ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ഇങ്ങനെ വാങ്ങിയ ഒരു സാധനം. സോ അല്ലെ സോ അത് വല്ലാണ്ട് അല്ലെ നാറ്റക്കേസായി എന്നുള്ളതാണ്. More people arrived. They grew more and more angry. ആളുകൾ കുറെ കൂടുകയാണ്.
That is not mine, he murmured. അവൻ പറഞ്ഞു എന്ത് അതെന്റെ ഒന്നും അല്ലാന്ന്. So it is not mine either. Turning her face away in hatred, she said. അല്ല അവള് പറയാണ് അപ്പൊ പിന്നെ എന്റെ ആണോ അതെന്റെ ഒന്നും അല്ല എന്ന് പറയാം. Then it is ours. പിന്നെന്താ ഇത് നമ്മളെയാണോ എന്ന് നാട്ടുകാർ ചോദിക്കുകയാണ്. സോ അല്ലെ നിങ്ങൾ ആണ് എന്ത് ഫാമിലി അല്ലെ നിങ്ങളുടെ ഫാമിലിയാണ്. സോ മെന്റലി ആ ഒരു ഐഡിയ ഇല്ല എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. അത് നിന്റെ ആണോ അല്ല അതെന്റെ ആണോ അല്ല എന്നുള്ള അല്ല ഐഡിയ. സോ അത് ആണെങ്കിൽ അല്ലെ അത് അവിടെ സ്റ്റേ ചെയ്യാനും അല്ല അതിന്റെ പ്രശ്നം പരിഹരിക്കാനുമുള്ള ഒരു മെന്റാലിറ്റി അവർക്ക് ഉണ്ടാവും. സോ ആ ഒരു ഫാമിലിയിലെ ഒരു അല്ലെ എന്താണ് ബിലോങ്ങിങ്നെസ് എന്നുള്ള ഒരു ഫീലിങ്ങിലോട്ട് വരാത്ത രണ്ടാൾക്കാർ അവർ ഒരിക്കലും അല്ല എന്താണ് ഇത് എൻ്റെ ആണെന്ന് അല്ലെ ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ പറയില്ല. അവരെന്ത് ചെയ്യും പരസ്പരം വിരൽ ചൂണ്ടുകയുള്ളൂ അല്ല അതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. Furious, they pushed and pulled the travelers to the scooter. സോ അവരെന്ത് ചെയ്യാണ് ആളുകൾക്ക് ഇറിറ്റേഷൻ വരികയാണ്. അവരല്ലേ അങ്ങനെ വിടുവോ അങ്ങനെയല്ലേ ഫാമിലി എന്ന് പറഞ്ഞിട്ട് അല്ല എന്താണ്. സോ ഒരു അല്ലെ ഭാര്യയും ഭർത്താവും കലഹിച്ച് ഒരു ഭാഗത്ത് എത്തുമ്പോൾ എന്താണ് പല തരത്തിൽ നിന്നും അല്ല ആളുകൾ വരികയാണ്. എന്ത് ചെയ്യാറ് ഫാമിലി ആയാലും അങ്ങനെയൊക്കെ ഉണ്ടാവും അല്ലെ അങ്ങനെ സഹിച്ചു പിടിച്ച് ഒപ്പരം വന്ന് പോയിക്കോ എന്നുള്ള ഐഡിയ കൊടുക്കാനായിട്ട്. Before they could escape, they lifted the course of the scooter that was decayed and falling apart on the heads. അല്ലെ അവര് അല്ലെ രണ്ടാളും എന്ത് ചെയ്യുക രണ്ട് ഭാഗത്തോട്ടും എസ്കേപ്പ് ആവാം അല്ലെ ആ ഒരു ഫാമിലി സിസ്റ്റത്തിൽ നിന്നും അല്ലെ ചാടിപ്പോവാൻ തുടങ്ങുന്ന അവരെ അല്ലെ നിങ്ങൾക്ക് രക്ഷയില്ല മക്കളെ അല്ലെ നിങ്ങൾ കുടുങ്ങി എന്നുള്ളതാണ്. സോ അല്ലെ നിങ്ങളെ ചൂസ് ചെയ്ത് എന്താണ് ഇമ്മച്ചുവർ ആയ പ്രായത്തിലല്ലേ നിങ്ങൾ ഒന്നിച്ച് വന്ന് ഫാമിലി ഉണ്ടാക്കാൻ വന്നവരാണ്. സോ ഇനിയല്ലേ രക്ഷയില്ല എന്ത് ചെയ്യുക മുമ്പോട്ട് പോയിക്കോളാം അല്ലെങ്കിൽ എടുത്ത് നമ്മൾ തലയിൽ വെച്ച് തരുമെന്നാണ്. സോ അവരെന്ത് ചെയ്യാണ് ആളുകൾ ഇവരുടെ തലയിലോട്ട് ആ സ്കൂട്ടർ എടുത്ത് വെച്ചു കൊടുക്കുകയാണ്. The faces were besmirched with the foul-smelling liquid that is seeped out of the putrefying flush of the scooter. സോ അവരുടെ മുഖമൊക്കെ അല്ല എന്തായിട്ടുണ്ട് ബെസ്മർച്ച്ഡ് ആയിട്ടുണ്ട് അല്ലെ. ബെസ്മർച്ച് പറഞ്ഞാൽ ഡിസ്കളർഡ് ഡേർട്ടി ആയിട്ടുണ്ട്. സ്കൂട്ടറിൽ അവിടെ ഇവിടെയും തൊട്ടിട്ട് അല്ലെ ഡേർട്ടി ആയിട്ടുണ്ട്. ദാറ്റ് ഇസ് സ്റ്റീപ്ഡ് ഔട്ട് ആ ഒരു ലിക്വിഡ് ഉണ്ടല്ലോ സ്കൂട്ടറിൽ നിന്ന് വരുന്ന അത് അല്ലെ അവിടെ ഇവിടെയും മുഖത്തൊക്കെ പറ്റി അല്ലെ ഗ്രീസ് ആയതുപോലെ ആയിട്ടുണ്ട്. സീപ്ഡ് പറഞ്ഞാൽ എസ്കേപ്പ് ആണ് അതായത് ലിക്വിഡ് പുറത്ത് വരുന്ന ലിക്വിഡ്. അതേ വെപ്റ്റ് ആൻഡ് റച്ച്ഡ്. സോ അവര് അല്ലെ രണ്ടാളും എന്ത് ചെയ്യാൻ തുടങ്ങി സൈലന്റ്ലി അല്ലെ കരയാൻ തുടങ്ങുകയാണ്. റച്ച്ഡ് പറഞ്ഞാൽ വൊമിറ്റിംഗ് ആണ് അതായത് ഈ സാധനമല്ല നാറ്റം സഹിക്കാൻ വയ്യാണ്ട് അല്ല അവർക്ക് വൊമിറ്റിംഗ് ഫീലിംഗ് വരികയാണ്. സോ അവസാനമല്ല ഇങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളതാണ് പറയുന്നത്. അല്ല എന്ത് ചെയ്യേണ്ടി വരും അതും മാറാപ്പും പേറി അല്ല അങ്ങോളം പോവേണ്ടി വരും. സോ അതുകൊണ്ട് അല്ല തിങ്ക് എന്നുള്ളതാണ്. തിങ്ക് ബിഫോർ യു ലീപ്. Their eyes stared out of the sockets in fear. സോ അവരുടെ അല്ലെ കണ്ണൊക്കെ ഇങ്ങനെ തള്ളി വരികയാണ് പരസ്പരം അല്ലെ നോക്കുകയാണ് അവർ. ഡോഗ്സ് ഹൗൾഡ് ആൻഡ് ഗ്യാതേർഡ് അബൌട്ട് ദം. സോ എന്താണ് അവര് ഇങ്ങനെ നിന്നിരിക്കുകയാണ് സ്കൂട്ടറും തലയിൽ വെച്ചിട്ട്. സോ രണ്ടാൾക്കാരുടെയും തലയിലേക്ക് അത് എടുത്തു വെച്ചു കൊടുത്തു ആര് നാട്ടുകാർ. സോ ഡോഗ്സ് അല്ലെ എന്താണ് അതൊന്നും കണ്ട് അല്ല അവരുടെ നേരെ ഓരിയിടാൻ തുടങ്ങി. ആ ഒരു അല്ലെ നമ്മൾ എന്താ പറയാ കല്യാണത്തിന് കുരവേടൂലേ അതുപോലെയാണ് ഒരു സെക്കൻഡ് മാരേജ് പോലെ അല്ലെ. അവരുടെ ആ ഒരു ദ്രവിച്ച മാരേജ് അല്ലെ തലയിലോട്ട് എടുത്തു വെച്ചപ്പോ അല്ലെ ഓരിയിടുന്നത് ആരാണ് നായ്ക്കളാണ്. കാരണമല്ല ഇവിടെ മാരേജ് ചെയ്തിട്ടുള്ളതും ആരാണ് ഡോഗ്സ് ആണ് അല്ലെ. സോ ഡോഗ്സിനെ അങ്ങനെ അപമാനിക്കുന്നത് ശരിയല്ല അല്ലെ. കാരണം ആനിമൽസ് എന്ന് പറയുന്നത് റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള അല്ലെ ക്രീച്ചേഴ്സ് ആണ്. ഓക്കെ ഏത് ആനിമലും ഏതൊരു ഇൻസെക്റ്റും അല്ലെ ആയിക്കോട്ടെ. സോ അതുകൊണ്ട് അങ്ങനെ അല്ലെ പറയുന്നത് ശരിയല്ല. എന്നാലും അല്ലെ ഇവിടെ എന്താണ് നായ്ക്കളല്ലേ. സോ അവരെ കുരവയിട്ട് സ്വീകരിക്കുകയാണ് അല്ലെ പുതിയ വിവാഹത്തിലേക്ക്. ഇനിയുള്ളത് എന്താണ് കൂടുതൽ അല്ലെ നാറ്റക്കേസായിട്ടുള്ള അല്ലെ നാർന്ന അല്ലെങ്കിൽ എന്താണ് കൂടുതൽ ആയിട്ട് അല്ലെ സ്വയം മെന്റലി ഒട്ടും സാറ്റിസ്ഫൈയിങ് അല്ലാത്ത തുടർന്നുള്ള യാത്രയ്ക്ക് അല്ല അവരെ ക്ഷണിക്കുകയാണ്.
Crying and retching, they moved forward. അല്ല അങ്ങനെ കരഞ്ഞ് ഇങ്ങനെ വോമിറ്റിംഗ് ഫീലിംഗ് സഹിച്ചുകൊണ്ട് അവർ മുമ്പോട്ട് പോവാണ്. The people laughed approvingly at the traveler, the woman and the child. സോ ആളുകളല്ലേ അങ്ങനെ അല്ലെ അതാണ് എന്ന് പറഞ്ഞ് അല്ല അവര് തലയിൽ വെച്ചു കൊടുത്തു അല്ലെ. ആളുകള് ഓരോരുത്തരും അങ്ങനെ തന്നെയാണ് അല്ലെ. സമൂഹത്തിലെ പലരും എന്താ ചെയ്യുക, ഞാൻ കുഴിയിൽ വീണു അല്ലെ, അതുകൊണ്ട് നീ അങ്ങനെ രക്ഷപ്പെടേണ്ട എന്നുള്ളതാണ്. സോ അവരല്ല ഒരുമിച്ച് നിൽക്കുമ്പോഴും അല്ലെ അതേ ആറ്റിറ്റ്യൂഡാണ്. സോ നമ്മളൊക്കെ കുഴിയിൽ വീണവരാണ് അല്ലെ. നിങ്ങളെ മാത്രമല്ല ഫാമിലി ഉണ്ടാക്കാൻ വന്നിട്ട് അങ്ങനെ അങ്ങ് രക്ഷപ്പെടണ്ട അല്ലെ, അത് എടുത്ത് തലയിൽ വെച്ചിട്ട് പോയാൽ മതി എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ അല്ലെ അവർക്ക് 3 പേർക്കും നേരെ നോക്കി ചിരിക്കുകയാണ് സമൂഹം. Thus our story has ended. We will meet again in the next class with some other topics from the same textbook.